الحمد لله الحمد لله الحمد لله الواحد القهار العزيز الغفار مكور الليل على النهار تذكرة لأولي القلوب والأبصار وأشهد أن لا إله إلا الله وحده لا شريك له شهادة تدخلنا دار الأبرار وعلى آله وأصحابه وأتباعه وعشيرته وسلم تسليما كثيرا كثيرا اللهم يا واجب الوجود ويا واهب الخير والجود ويا غاية كل مقصود أفض علينا أنوار رحمتك ويسر لنا الوصول إلى كمال معرفتك وأفوض أمري إلى الله وأفوض أمري إلى الله وأفوض أمري إلى الله إن الله بصير بالعباد وأن مردنا إلى الله وأن المسرفين هم أصحاب النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يبصرونهم يود المجرم لو يفتدي من عذاب يومئذ ببنيه وصاحبته وأخيه وفصيلته التي تؤويه ومن في الأرض جميعا ثم ينجي كلا إنها لظى نزاعة للشوى. صدق الله مولانا العظيم. وقال سيدنا وقائدنا وأسوتنا محمد المصطفى صلى الله عليه وسلم الجنة أقرب إلى أحدكم من شراك نعله والنار مثل ذلك. صدق رسوله النبي المصطفى الأمين عليه وعلى آله وأصحابه وأهل بيته وأفضل الصلوات وأزكى التسليم. لا من كريم مثلكم للمرتجي في من مضى قبلا ولا في من يجي وأنا اللهيف فقربة لي فرجي حيران من ذنبي أصبت قضيما صلوا عليه وسلموا تسليما وعليك حبي يا رسول الله وعليك حبي يا رسول الله
وعليك حبا يا رسول الله من عند ذا العاصي صلاة الله معها تحيته سلام الله عجلال قدرك عسكا تفخيما صلوا عليه وسلموا تسليما ചൂടുള്ള നാളുണ്ടേ ഖിയാമത്തു നാളാ ചുരുക്കി പറഞ്ഞാലെന്തു ഹാലാ ചൂളാ വൻദോശ വണ്ടിയുമായി വരുന്നേ കാളാ ക്ഷീണത്തിനാലെ ഉനിക്കുന്നതാണേ ഈളാ സുഹൃത്തുക്കളെ പതയ്ക്കുന്നതാണേ മൂള അമലൊന്നുമില്ലാതങ്ങു ചെന്നാൽ കോള. ഏറ്റവും പവിത്രമായ പരിപാവനമായ ഇൽമിന്റെ സദസ്സിന്റെ അധ്യക്ഷപീഠം അലങ്കരിച്ചിരിക്കുന്ന സ്വാഗത സംഘം ചെയർമാൻ VP അബ്ദുസലാം സാഹിബ്, വേദിയിൽ സ്വാഗതാഭാഷണം നടത്തിയ സ്വാഗത സംഘം ജോയിന്റ് കൺവീനർ യൂസുഫ് കെ, സാരാസമ്പൂർണമായ ഉപദേശ നിർദ്ദേശങ്ങൾ നൽകി യോഗം സമുദ്ഘാടന കർമ്മം നിർവഹിച്ച സയ്യിദ് പാണക്കാട് മുനവ്വർ അലി ശിഹാബ് തങ്ങൾ, മറ്റു വേദിയിൽ ഉപവിഷ്ടരായിരിക്കുന്ന മഹലിന്റെ ആത്മീയ നേതൃത്വം സിയാദ് ഫൈസി, അഷ്റഫ് അൽ കാസിമി അടക്കമുള്ള ഉലമാക്കൾ, ഉമറാക്കൾ, എന്നെ ശ്രമിക്കാൻ ഇവിടെ കടന്നു വന്ന പ്രിയമുള്ള ഉപ്പമാർ, ഉമ്മമാർ, സഹോദരി സഹോദരങ്ങൾ, എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എന്റെ ശബ്ദം ശ്രവിക്കുന്ന ഇതര സഹോദര സമുദായ അംഗങ്ങൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കും ഇസ്ലാമിന്റെ ഊഷ്മളമായ തത്വാധിഷ്ഠിതമായ അഭിവാദനങ്ങളും അഭിനന്ദനങ്ങളും അർപ്പിക്കുകയാണ്. സർവാധിപതിയും സർവാധിനാഥനും സർവലോക സംരക്ഷകനുമായ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പവിത്രമായ പരിപാവനമായ ഇൽമിന്റെ സദസ്സിൽ ഈ മസ്ജിദിന്റെ ചാരെ സംഗമിച്ചതുപോലെ അല്ലാഹുവിന്റെ കമനീയമായ സ്വർഗീയ ആരാമത്തിലും നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ശിഷ്ടകാല ജീവിതം അല്ലാഹുവിന്റെ തൃപ്തിയിലും പൊരുത്തത്തിലുമായി ജീവിക്കുവാനും ഈ ലോകത്തു നിന്ന് വിട പറയുന്ന സമയം പരിശുദ്ധമായ കലിമ ചൊല്ലി സ്വർഗത്തിന്റെ ചിത്രം കണ്ട് പുഞ്ചിരിച്ചുകൊണ്ട് മരിക്കാൻ കരുണാവാരിധിയായ റബ്ബ് നമുക്കും നമ്മോട് ബന്ധപ്പെട്ടവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഗതകാല ജീവിതത്തിന്റെ സായം സന്ധ്യകളിൽ സംഭവിച്ച ചെറുതും വലുതുമായ സർവ്വ അപരാധങ്ങളും സർവദയാ വായ്പകളുടെയും ഉടമസ്ഥനായ പടച്ച റബ്ബ് അവന്റെ വിശാലമായ കരുണ കൊണ്ട് നമുക്കൊക്കെയും പുറത്തുനിന്ന് അനുഗ്രഹിക്കട്ടെ. നമ്മളിൽ നിന്ന് വിട പറഞ്ഞ് 6 അടി മണ്ണിന്റെ ഉള്ളിൽ കഴിയുന്നവർ, ശിഷ്യ നമ്മുടെ മസ്ജിദിന്റെ ചുറ്റുഭാഗത്ത് അന്ത്യവിശ്രമം കൊള്ളുന്ന മുഴുവൻ ഖബറാളികൾക്കും നാഥൻ മഗ്ഫിറത്ത് നൽകി അനുഗ്രഹിക്കട്ടെ. അവരുടെ പരലോക ജീവിതം സുഖത്തിലും സന്തോഷത്തിലും സംതൃപ്തിയിലും സമാധാനത്തിലുമാക്കി അനുഗ്രഹിക്കട്ടെ. രോഗികളായി ഹോസ്പിറ്റലുകളിലും വീടുകളിലും ഈ സദസ്സിലുമൊക്കെ ഇരിക്കുന്ന പലരും ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തവരുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവരുടെയും രോഗങ്ങൾക്ക് ശിഫ നൽകി അനുഗ്രഹിക്കട്ടെ. ആഫിയത്തും ആരോഗ്യത്തോടും കൂടിയ ദീർഘായുസ് അല്ലാഹു പ്രദാനം ചെയ്യട്ടെ. പ്രിയമുള്ള സത്യവിശ്വാസികളെ, മുഅ്മിനീങ്ങളെ, നവീകരിച്ച ദാരിൽ മുഹയ്യുദ്ദീൻ ജുമുഅ മസ്ജിദിന്റെ ഉദ്ഘാടന കർമ്മവുമായി ബന്ധപ്പെട്ട് സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ള സമാപന സമ്മേളനത്തിനാണ് നാം ഇവിടെയുള്ളത്. അത്രമേൽ വൈകിയ സമയമാണെന്ന് കൃത്യമായ ബോധ്യത്തോടെ കുറഞ്ഞ സമയം ഇൻഷാ അല്ലാഹ് നമുക്ക് ഇരു കൂട്ടർക്കും പരസ്പരം വിശുദ്ധ ഇസ്ലാമിന്റെ അധ്യാപനങ്ങൾ ചർച്ച ചെയ്ത് അവസാനം ബഹുവന്യനായ മാണിയൂർ അബ്ദുള്ള ബാഖവി ഉസ്താദിന്റെ ഭക്തി നിർബലമായ പ്രാർത്ഥനയോടെ നമുക്ക് ഇവിടെ നിന്ന് പിരിയണം.
അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹീതമായി മസ്ജിദ് പുനർനിർമ്മാണ പ്രവർത്തനത്തിന് സഹായിച്ചവരും സഹകരിച്ചവരും വിശിഷ്ട എല്ലാവരും അവരുടെ പ്രഭാഷണങ്ങളിൽ ഓർമ്മപ്പെടുത്തിയതുപോലെ പാവപ്പെട്ട സാധുക്കളായ പ്രവാസി സഹോദരങ്ങൾ എപ്പോഴും പരിശുദ്ധ ദീനിനോട് വല്ലാത്ത ഒരു ഇഷ്ടം ഹൃദയത്തിന്റെ ഉള്ളിൽ കൊണ്ടു നടക്കുന്നവരാണ് നമ്മുടെ പ്രവാസികൾ. ഒരുപക്ഷെ അവരുടെ കുടുംബങ്ങൾക്ക് ഉപകരിക്കുന്നതിനേക്കാൾ അള്ളാഹുവിന്റെ പരിശുദ്ധമായ ദീനിന് അവരുടെ സമ്പത്ത് കൊണ്ട് വലിയ പ്രയോജനമാണ്. നമ്മുടെ നാട്ടിൽ നിന്ന് കടൽ കടന്നുപോയ മുഴുവൻ പ്രവാസികൾക്കും അള്ളാഹു ആയുരാരോഗ്യത്തോടു കൂടിയുള്ള സൗഖ്യം അള്ളാഹു പ്രദാനം ചെയ്യട്ടെ. അവരുടെ ജോലികളിൽ അള്ളാഹു ബർക്കത്ത് കൊടുക്കട്ടെ. നാട്ടിൽ തനിച്ചാക്കിയവരുടെ കുടുംബാദികളെ അള്ളാഹു ഏറ്റെടുക്കട്ടെ. വിദേശ രാജ്യത്ത് നിന്ന് നമ്മൾക്ക് പ്രയാസങ്ങൾ നൽകുന്ന വാർത്തകളെ കേൾക്കുന്നതിനെ തൊട്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്കും നാട്ടിൽ നിന്ന് പ്രയാസത്തിന്റെ വാർത്തകൾ കേൾക്കുന്നതിനെ തൊട്ടൊക്കെ അല്ലാഹു അവരെ സംരക്ഷിക്കട്ടെ. ആഫിയത്തോടെ ആരോഗ്യത്തോടു കൂടി തിരികെ നമ്മളിലേക്ക് എത്താനും ആ സ്നേഹത്തോടെ ഒരുപാട് കാലം ജീവിക്കാനും അല്ലാഹു നമ്മുടെ പ്രവാസികൾക്ക് അല്ലാഹു ആഫിയത്തും ആരോഗ്യവും നൽകി അനുഗ്രഹിക്കട്ടെ എന്ന ദുആയിൽ അത്രമേൽ വൈകിയ സദസ്സാണ്. ഒരുപാട് ആമുഖങ്ങൾക്ക് പ്രസക്തിയില്ല. ഞാൻ എന്റെ വിഷയത്തിലേക്ക് കിടക്കുകയാണ്. അല്ലാഹു എനിക്ക് പറയാനും നിങ്ങൾക്ക് കേൾക്കുവാനും അതിനേക്കാൾ ഉപരി നാം ഇരുകൂട്ടർക്കും ജീവിതത്തിന്റെ കർമ്മപദത്തിൽ കൊണ്ടെത്തിക്കാൻ നാഥൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. സമയം 15 എത്ര മണിക്കാ നിർത്തുക പരിപാടി? എത്ര മണിക്ക് നിർത്തുക? ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കണം. നമ്മളൊന്ന് സ്റ്റേജിൽ കയറി നോക്കപ്പോ മനസ്സിലാണ്. ജലദോഷക്കാരന്റെ ചെവിയിൽ അത്യാവശ്യത്തിൽ കൂക്കലുണ്ട്. എന്റെ കൂക്കലൂടെ ആവുമ്പോ എത്ര മണിക്ക് നിർത്തി? എവിടെയാ പ്രശ്നം? ഇടയ്ക്കിടയ്ക്ക് ഒന്നും പറയണല്ലേ. പത്തും 1 11 ഒരു 11:30 മണി വരെ ഇരിക്കും നിങ്ങള്. ആ പുറത്തേക്ക് കിടക്കെ സദസ്സിലൊക്കെ കിടന്നിരുന്നോളൂ. ഇതിനു ശേഷം ചോറുണ്ടാവും, ചീരണി ഉണ്ടാവും. നിങ്ങള് എല്ലാം വാങ്ങി സമാധാനത്തിലല്ലേ പോകും. അള്ളാഹു നമ്മുടെ സദസ്സിനെ സ്വീകരിക്കട്ടെ. അർഹമായത് അള്ളാഹു ദുനിയാവിലും ആഖിറത്തിലും നൽകി അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധമായൊരു മസ്ജിദ് അതിവിടെ വളരെ ഭംഗിയായ നിലയിൽ അതിന്റെ പണി പൂർത്തീകരിച്ച വേളയാണ്. മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പ്രാർത്ഥിച്ചതുപോലെ വഇദ് യർഫഉ ഇബ്രാഹിമുൽ ഖവാഇദ മിനൽ ബൈത്തി വഇസ്മാഈൽ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം. പരിശുദ്ധമായ കഅബ ശരീഫിന്റെ നിർമ്മാണ പ്രവർത്തനം പൂർത്തിയാക്കിയ ശേഷം മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പ്രാർത്ഥിച്ച പ്രാർത്ഥന നമുക്ക് പ്രാർത്ഥിക്കാം. നാഥ, ഞങ്ങളുടെ ഈ കർമ്മത്തെ നീ ഞങ്ങളിൽ നിന്നും സ്വീകരിക്കണമേ. അതാണ് ഒരു മസ്ജിദിന്റെ നിർമ്മാണ പ്രവർത്തനം പൂർത്തിയാക്കിയാൽ അതിന്റെ സംഘാടകരാദ്യം ദുആ ചെയ്യേണ്ടത് അങ്ങനെയാണ്. കാരണം ഭൗതിക ജീവിതത്തിന്റെ ആലങ്കാരികതയ്ക്ക് വേണ്ടിയല്ല നാം അള്ളാഹുവിന്റെ ഭവനങ്ങൾ പടുത്തുയർത്തുന്നത്. അതിലാതെ ആരാധന നടത്താനും പടച്ചറബിലേക്ക് ആത്മീയമായൊരു ഹൃദ്യമായൊരു ബന്ധം സ്ഥാപിക്കാനും ഒക്കെ വേണ്ടിയാണ് നാം ഇങ്ങനെയുള്ള സൽപ്രവർത്തികൾ ഈ ദുനിയാവിന്റെ തൊലിപ്പുറത്ത് നാം ചെയ്യുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്നത് സ്വീകരിക്കപ്പെട്ടിട്ടില്ല എങ്കിൽ ദുനിയാവിലും ആഖിറത്തിലും നാം പരാജയത്തിന്റെ വഴിയിലേക്ക് പോവുകയാണ്. അതുകൊണ്ടാണ് ഏതൊരു കർമ്മവും ചെയ്തതിനു ശേഷം നാം ഇസ്തിഗ്ഫാർ ചെയ്യാറുള്ളതും അല്ലാഹുവിനോട് ചെയ്ത കർമ്മം സ്വീകരിക്കണമെന്ന് അത്രമേൽ ആത്മാർത്ഥതയോടുകൂടി നാം ദുആ ചെയ്യാറുള്ളതും. അല്ലാഹു നമ്മിൽ നിന്ന് ഈ കർമ്മത്തെ സ്വീകരിക്കട്ടെ. ഉറക്കെ ആമീൻ പറയ്. അല്ലാഹു നമ്മിൽ നിന്ന് ഈ കർമ്മത്തെ സ്വീകരിക്കട്ടെ. നാളെ പള്ളി സ്വർഗത്തിൽ കൊണ്ടുപോകുന്ന വിഭാഗത്തിൽ അല്ലാഹു നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. പ്രിയമുള്ള സഹോദരങ്ങളെ,
ദുനിയാവിന്റെ ജീവിതത്തിൽ മനുഷ്യൻ എപ്പോഴും ഇഷ്ടപ്പെടുന്നത് സന്തോഷമാണ്, സമാധാനമാണ്. സമാധാനം ഇഷ്ടപ്പെടാത്തൊരു മനുഷ്യൻ പോലും ഈ ദുനിയാവിന്റെ പുറംതൊലിക്ക് പുറത്തു ജീവിക്കണില്ല. എല്ലാവരുടെയും ലക്ഷ്യം ഈ ദുനിയാവിൽ സന്തോഷത്തിലൊരു ജീവിതം, സമാധാനത്തിലുള്ള ഒരു ജീവിതം, ഏറ്റവും നല്ല ജോലി, കേറിക്കിടക്കാൻ നല്ലൊരു വീട്, ഇണയാവാൻ നല്ലൊരു പെണ്ണ്, അതിലൂടെ ദുനിയാവും ആഖിറവും സമ്പാദിക്കാൻ കഴിയുന്ന കൺകുളിർമയേകുന്ന നല്ല സന്താനങ്ങൾ. ഇതെല്ലാം പലപ്പോഴും നാം ദുനിയാവിന്റെ ജീവിതത്തിന്റെ ഏറ്റവും നല്ല ആലങ്കാരികതയായി, സന്തോഷമായി, സമാധാനമായി നാം എപ്പോഴും ആഗ്രഹിക്കുന്നതൊന്നാണ്. പ്രവാസ ജീവിതത്തിലേക്ക് കടന്നു പോകുന്ന പ്രവാസികൾ ജീവിതത്തിന്റെ പ്രാരാബ്ദങ്ങൾ പലതും പറഞ്ഞ് കേറിക്കിടക്കാൻ ഒരു വീടില്ല, കടബാധ്യതകൾ തലക്കുമീതെ പെയ്തിറങ്ങുമ്പോ എങ്ങനെയും ജീവിതത്തിന്റെ രണ്ടറ്റങ്ങൾ തമ്മിൽ കൂട്ടിമുട്ടിച്ച് സന്തോഷത്തിലൊരു ജീവിതം നയിക്കണമെന്ന ആഗ്രഹത്തിൽ കടൽ കടന്നുപോയ പ്രവാസികൾ രാവിലെ എഴുന്നേറ്റ് വീട്ടിൽ നിന്ന് പോയി വൈകുന്നേരം തന്റെ ജോലിയെല്ലാം അവസാനിപ്പിച്ച് വീട്ടിലേക്ക് കടന്നു വരുന്ന ഗൃഹനാഥൻ. എല്ലാവരും വീട്ടിനുള്ളിൽ നിന്ന് പുറത്തേക്ക് പോകുന്നതും സമ്പാദിക്കുന്നതുമെല്ലാം ദുനിയാവിന്റെ ജീവിതത്തിൽ ഏറ്റവും നല്ല വിജയിച്ച മനുഷ്യനായിട്ട് മാറണമെന്നുള്ളൊരു പ്രതീക്ഷയിലാണ്. കാരണം പരാജിതനെ ചേർത്തു പിടിക്കാൻ ഈ ലോകത്ത് ആളുകൾ കുറവാണ്. എങ്ങനെയും വിജയിക്കണം, അതിനുവേണ്ടിയാണ് നാം സാമ്പത്തിക ക്രമക്കേടുകൾ കാണിക്കുന്നത്. അവരെന്റെ ശരീരത്തിലേക്ക് തന്റെ കടാര കുത്തിയിറക്കുന്നത്, പ്രയാസങ്ങളും ദുരിതങ്ങളും ജീവിതത്തിന്റെ മാറി എല്ലാവരുടെ മുമ്പിലും സാമ്പത്തിക മേഖലയിൽ അഭിവൃദ്ധിയുള്ള ഒരു മനുഷ്യനായി ജീവിച്ചു കാണിക്കണമെന്ന ഒരൊറ്റ ത്വരയുടെ പേരിലാണ് പലപ്പോഴും കൂടപ്പുറപ്പിനെ കൊന്നുകളയാൻ, സമ്പത്തടിച്ചു മാറ്റാൻ കൊട്ടേഷൻ ടീമിന് പോലും നമ്മുടെ കൂടപ്പുറപ്പുകളെ ഏൽപ്പിച്ചു കൊടുക്കുന്ന. മക്കളെന്നില്ല, വാപ്പയെന്നില്ല, ഭാര്യയെന്നില്ല, ഭർത്താവെന്നില്ല, കൂടപ്പുറപ്പെന്നില്ല, അയൽവാസികളെന്നില്ല, ഏത് വിധേനയും ദുനിയാവിൽ വിജയിക്കണമെന്ന ഒരാഗ്രഹത്തിന്റെ പുറത്താണ് ഏത് വഴിവിട്ട ജീവിതവും നാം പലപ്പോഴും തിരഞ്ഞെടുക്കുന്നത്. അവിടെയാണ് നാം നമ്മുടെ വിഷയത്തിന്റെ മർമ്മപ്രധാനമായ ചില വശങ്ങളിലൂടെ ഈ 1.5 മണിക്കൂർ സമയം എന്റെ പ്രിയമുള്ള ഉപ്പമാർ, ഉമ്മമാർ, സഹോദരിമാര്, സഹോദരങ്ങൾ, നിങ്ങളുടെ ചെവി തുറന്നു പിടിച്ച് ഹൃദയത്തിന്റെ ഉള്ളിലേക്ക് പ്രതിഷ്ഠിക്കാൻ ഒരു 1.5 മണിക്കൂർ സമയം വിശാലമായ ഒരു വിഷയത്തിലേക്ക് നാം കടക്കുകയാണ്. അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീഖ് തരട്ടെ, അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീഖ് തരട്ടെ. ദുനിയാവിന്റെ ജീവിതത്തിൽ മനുഷ്യൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് വിജയമാണ്. അവിടെയാണ് സമ്പാദിക്കാൻ ആഗ്രഹം. വലിയ വീട്, ആകാശത്തോട് തൊട്ടുരുമ്മി നിന്നുകൊണ്ട് അടക്കം പറയുന്ന വലിയ കോൺക്രീറ്റിന്റെ വീടുകൾ, ഈ ദുനിയാവിന്റെ പുറന്തൊലിയുടെ പുറത്തു നാം സംവിധാനിക്കുന്നതെല്ലാം ഈ ദുനിയാവിലെ ഏറ്റവും നല്ല മനുഷ്യനായി ജീവിക്കണമെന്നു മാത്രമല്ല, ഒരാളും എന്നെ പരാജിതന്റെ ലിസ്റ്റിലേക്ക് കൊണ്ടുപോകാൻ പാടില്ല. എന്നെ നോക്കിയിട്ട് പറയണം ഇവൻ നല്ല പൈസ ഉണ്ടാക്കിയവരാൻ. എത്രയോ ആളുകള് ദാറിൽ നിന്ന് ഗൾഫിലേക്ക് കടന്നുപോയവരുണ്ട്, കോടിക്കണക്കിന് സമ്പാദിച്ചവരുണ്ട്. 3ഉം 4ഉം പ്രാവശ്യം പ്രവാസിയായതിനു ശേഷവും തിരികെ നാട്ടിലേക്ക് പരാജയപ്പെട്ടു കടന്നു വന്നവരുണ്ട്. എല്ലാവരും പറയും അവൻ പരാജയപ്പെട്ടു, ചിലരെ നോക്കിയിട്ട് പറയും അവൻ വിജയിച്ചു. സത്യത്തിൽ എപ്പോഴാണ് ഒരു മനുഷ്യൻ വിജയിച്ചു എന്ന് നമുക്ക് പറയാൻ കഴിയുന്നത്? എപ്പോഴാണ് ഈ ദുനിയാവിന്റെ പുറന്തൊലിയുടെ പുറത്ത് ഒരു മനുഷ്യൻ വിജയിച്ചു എന്ന് നമുക്ക് കൃത്യമായി പറയാൻ കഴിയുന്നത് എപ്പോഴാണ്? അമ്പിളിമാമനോട് തൊട്ടുരുമ്മി നിന്നുകൊണ്ട് അടക്കം പറയുന്ന വലിയ വലിയ കോൺക്രീറ്റിന്റെ വീടുകളിൽ കിടക്കുമ്പോഴാണോ? കണ്ണൂര് ഹൈവേകളിലൂടെ ചീറിപ്പായുന്ന ആഡംബരത്തിന്റെ വലിയ വാഹനത്തിലൂടെ സഞ്ചരിക്കുമ്പോഴാണോ? ഏറ്റവും വിലപിടിപ്പുള്ള വസ്ത്രവും സ്വർണവും മൊബൈലും സർവമാന സൗകര്യങ്ങളും ഈ ദുനിയാവിന്റെ പുറന്തൊലിയുടെ പുറത്ത് ഉപയോഗിച്ചുകൊണ്ട് ദുനിയാവിന്റെ ജീവിതത്തെ ഏറ്റവും നല്ല ആർഭാടവും ഏറ്റവും നല്ല ആസ്വാദനവുമാക്കി ജീവിക്കുമ്പോ ഞാനാണ് വിജയിച്ചവനെന്ന് ഹൃദയത്തിന്റെ ഉള്ളിൽ ഒരു തോന്നൽ ഉണ്ടായിട്ടുണ്ടോ എങ്കിൽ ഞാൻ ചോദിക്കുന്നു, എപ്പോഴാണ് ഒരു മനുഷ്യന് വിജയിക്കുന്നത്? എപ്പോഴാണ് ഒരു മനുഷ്യൻ വിജയത്തിലേക്ക് കടന്നു പോകുന്നത്? അവിടെയാണ് 14 മുമ്പ് അള്ളാഹുവിന്റെ വിശുദ്ധമായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, ഉറക്കെ നബി മുഹമ്മദ് മുസ്തഫ
സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പാരാവാരം പോലെ പരന്നു കിടക്കുന്ന പരിശുദ്ധമായ മദീനത്തു ത്വയ്യിബയില് മഹാനായ സയ്യിദുനാ അബൂദറുൽ ഗിഫാരി റളിയല്ലാഹു തആല അൻഹു കടന്നു വരികയാ. അല്ലാഹുവിന്റെ റസൂലിനോട് ഭൗതികമായ വിരക്തിയുടെ ഏറ്റവും നല്ല പാഠം ഈ ലോകത്തോട് പഠിപ്പിച്ചു തന്നു സയ്യിദുനാ അബൂദറുൽ ഗിഫാരി റളിയല്ലാഹു തആല അൻഹു. അല്ലാഹുവിന്റെ റസൂലിന്റെ ചാരത്തേക്ക് അബൂദർ തങ്ങൾ കടന്നു വന്നിട്ട് ഹബീബായ പ്രവാചകനോട് ചോദിക്കുന്ന ചോദ്യമാണ്, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, എപ്പോഴാണ് ഒരു മനുഷ്യന് വിജയിച്ചു എന്ന് പറയാൻ കഴിയുന്നത്? എപ്പോഴാണ് ഒരു മനുഷ്യൻ വിജയിച്ചെന്ന് പറയാൻ കഴിയുന്നത്? ദുനിയാവിന്റെ തൊലിപ്പുറത്ത് സർവമാന സൗകര്യങ്ങളോ പടച്ചറബ് നമുക്ക് വാരിക്കോരി തന്നപ്പോ കേറിക്കിടക്കാൻ ഒരു വീടും ഏറ്റവും നല്ല ഭാര്യയും സർവമാന സംവിധാനങ്ങളും പടച്ചറബ് ഈ ദുനിയാവിന്റെ പുറത്തൊലിയുടെ പുറത്ത് നമുക്ക് തന്നപ്പോ പലപ്പോഴും നമ്മൾ വിജയിച്ചു പോയി, നമ്മൾ വിചാരിച്ചു പോയി, അല്ലാ, ഞാനാണ് ഈ ദുനിയാവിന്റെ പുറത്തൊലിയുടെ പുറത്ത് വിജയിച്ചവൻ. തിരിച്ചു എന്നെ മൂക്കും വയലടയും. ദുനിയാവിന്റെ പുറത്തൊലിയുടെ പുറത്ത് ഏറ്റവും നല്ല വിജയത്തിലേക്ക് കടന്നുപോയ മനുഷ്യൻ ഞാനാണെന്ന് പലപ്പോഴും മനസ്സിന്റെ ഉള്ളിൽ കരുതിയവരോട് മഹാനായ സയ്യിദുനാ അബൂദറുൽ ഗിഫാരി റളിയല്ലാഹു തആല അൻഹു ഹബീബായ പ്രവാചകനോട് വന്നിട്ട് ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ്, എപ്പോഴാണ് നബിയെ ഒരു മനുഷ്യൻ വിജയിച്ചെന്ന് പറയുന്നത്? എപ്പോഴാണ് നബിയെ ഒരു മനുഷ്യൻ വിജയിച്ചു എന്ന് കൃത്യമായി ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്? അവിടെയാണ് പാരാവാരം പോലെ പരന്നു കിടക്കുന്ന പരിശുദ്ധമായ മദീനത്തു ത്വയ്യിബയിൽ ഒരുമിച്ച് കൂടിയ സഹാബത്തിനോട് അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, സഹാബാ, എപ്പോഴാണ് ഒരു മനുഷ്യൻ വിജയിച്ചതെന്ന് നിങ്ങൾക്കറിയേണ്ടയോ? ഫൗസും മിനന്നാർ വദുഖൂലു ഫിൽ ജന്നാ. അല്ലാഹുവിന്റെ അനുഗ്രഹത്തിന്റെ കേദാരമായ സ്വർഗമുണ്ടല്ലോ, അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന് വേണ്ടി സംവിധാനിച്ചു വെച്ച പടച്ചറബിന്റെ സ്വർഗമുണ്ടല്ലോ സഹോദരങ്ങളെ. അല്ലാഹുവിന്റെ ഖുർആൻ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഫൗസും മിനന്നാർ. എപ്പോഴാണ് അല്ലാഹുവിന്റെ നരകത്തിൽ നിന്ന് പടച്ചറബ് നിന്നെ മോചിപ്പിക്കുന്നത്? അല്ലാഹു സുബ്ഹാനഹു വ തആല തീനാൽ പടക്കപ്പെട്ട നരകമുണ്ടല്ലോ, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് തീനാൽ പടക്കപ്പെട്ട നരകമുണ്ടല്ലോ. ഖുവൻഫുസകും വഅഹ്ലീകും നാറാ വഖൂദുഹൻ നാസു വൽ ഹിജാറാ. അല്ലാഹു മനുഷ്യനെ കൊണ്ട് കത്തിക്കുന്ന നരകമുണ്ടല്ലോ, അല്ലാഹു മനുഷ്യനെ കൊണ്ടും കല്ലുകളെ കൊണ്ടും കത്തിക്കുന്ന നരകമുണ്ടല്ലോ. പടച്ചറബിന്റെ സർവമാന അദാബുകളും അല്ലാഹു നിറച്ചു വെച്ച അല്ലാഹുവിന്റെ നരകമുണ്ടല്ലോ വപ്പാ. ആ നരകത്തിൽ നിന്നും പടച്ചറബ് നിന്നെ എപ്പോഴാ മോചിപ്പിക്കുന്നത്? എപ്പോഴാണ് നരകത്തിന്റെ തീജ്വാലയിൽ നിന്ന് പടച്ചറബ് നിന്നെ മോചിപ്പിക്കുന്നത്? മാത്രവുമല്ല, വദുഖൂലും ഫിൽ ജന്നാ. അല്ലാഹുവിന്റെ സർവ്വ അനുഗ്രഹങ്ങളും പടച്ചറബ് അല്ലാഹു തന്റെ അടിമയ്ക്ക് വേണ്ടി സംവിധാനിച്ചു വെച്ച സ്വർഗമുണ്ടല്ലോ. ഒരു മനുഷ്യന്റെ കണ്ണ് കാണാത്ത, ഒരു മനുഷ്യന്റെ ഹൃദയം കൊണ്ട് ചിന്തിക്കാത്ത, ഒരു മനുഷ്യന്റെ ചെവി കൊണ്ട് കേൾക്കാത്ത സർവമാന അനുഗ്രഹങ്ങളും പടച്ചറബ് സംവിധാനിച്ചു വെച്ച അല്ലാഹുവിന്റെ സ്വർഗമുണ്ടല്ലോ പെങ്ങളെ. ആ സ്വർഗത്തിലേക്ക് കടന്നു പോകുന്നത് എപ്പോഴാണ്? അപ്പോഴാണ് നീ വിജയത്തിലേക്ക് കടന്നു വന്നതെന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അബൂദറുൽ ഗിഫാരി റളിയല്ലാഹു തആല അൻഹുവിനോട് പറഞ്ഞു കൊടുക്കുകയാ, ദുനിയാവിന്റെ ജീവിതത്തിന്റെ സൗകര്യങ്ങളുണ്ടല്ലോ, പലപ്പോഴും ആ സൗകര്യങ്ങൾ നാം കണ്ടിട്ട് സന്തോഷത്തിൽ ജീവിക്കുന്നവരാണ്. ഞാനാണ് ഏറ്റവും നല്ല വിജയെന്ന് ഹൃദയത്തിൽ ഉറപ്പിച്ചവരാ. പക്ഷേ അല്ലാഹുവിന്റെ റസൂല് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സഹാബത്തിനോട് പറഞ്ഞത്, ദുനിയാവിന്റെ ജീവിതത്തിന്റെ ചന്തം കണ്ടിട്ട്, ദുനിയാവിന്റെ ജീവിതത്തിന്റെ ആർഭാടം കണ്ടിട്ട്, ദുനിയാവിന്റെ ജീവിതത്തിന്റെ സൗകര്യങ്ങൾ കണ്ടിട്ട്
സ്വഹാബ വിജയിച്ചു എന്ന് നിങ്ങൾ പറയല്ലേ. എപ്പോഴാ നിങ്ങൾ വിജയിച്ചതെന്നറിയുമോ? അത് അല്ലാഹു നിങ്ങളെ കത്തിക്കാളുന്ന നരകത്തിൽ നിന്ന് മോചിപ്പിക്കുമ്പോഴാ, അല്ലാഹുവിന്റെ സുഖലോലുപതയുടെ സ്വർഗത്തിലേക്ക് അല്ലാഹു നിങ്ങളെ പറഞ്ഞു വിടുമ്പോഴാണ് നിങ്ങൾ വിജയിച്ചതെന്ന് ഹബീബായ നബി മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സഹാബത്തിനോട് പറയുകയാ, ഏ പെങ്ങളെ, സ്വർഗത്തിൽ പോകണമെങ്കിൽ വല്ലാതെ കഷ്ടപ്പാടുണ്ട്. അല്ലാഹുവിന്റെ നരകത്തിൽ നിന്ന് പടച്ച റബ്ബ് നിങ്ങളെ മോചിപ്പിക്കണോ? ആ സ്വർഗം അല്ലാഹു നിങ്ങളുടെ മുമ്പിൽ തുറന്നു തരണോ? അല്ലാഹുവിന്റെ സർവ്വ അനുഗ്രഹങ്ങളും അല്ലാഹു നിറച്ചു വെച്ച അല്ലാഹുവിന്റെ സ്വർഗമുണ്ട് വാപ്പാ. ആ സ്വർഗത്തിലേക്ക് പടച്ച റബ്ബ് നിങ്ങളെ കടത്തിവിടണോ പെങ്ങളെ? ആ സ്വർഗത്തിന്റെ മുമ്പിൽ നിങ്ങൾക്ക് വിജയിക്കണോ പെങ്ങളെ? അവിടെയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അബൂദർറുൽ ഗിഫാരി റളിയല്ലാഹു തആല അൻഹുവിനോട് പറയുന്നത്, അബൂദർറെ, പടച്ച റബ്ബിന്റെ മുമ്പിൽ വിജയിക്കണമെങ്കിൽ ഈ ദുനിയാവിന്റെ പുറന്തൊലിയുടെ പുറത്ത് നിസാരമായ ത്യാഗം സഹിച്ചാൽ പോരാ. കാരണം ഒരു കഷ്ടപ്പാടിന്റെ ലോകത്തേക്ക് നമുക്ക് കടന്നു പോവാനുണ്ട്. അല്ലാഹുവിന്റെ മുമ്പ് നമ്മളെ കൊണ്ട് നിർത്തപ്പെടുന്ന ഒരു ദിവസമുണ്ട്. ജീവിതത്തിൽ ചെയ്തു പോയ സർവ്വതും പടച്ച റബ്ബിന്റെ മുമ്പിലേക്ക് കൊണ്ടുവരുന്ന ചെറുതും വലുതുമായ രഹസ്യ പരസ്യമായ എല്ലാം നാളെ പടച്ച റബ്ബിന്റെ മുമ്പിലേക്ക് കൊണ്ടുവരുന്ന ഒരു ദിവസമുണ്ട്. ആ ദിവസത്തിൽ ആരാണ് വിജയിച്ചത്? ആരാണ് ആ സമയത്ത് വിജയിച്ചത് പെങ്ങളെ? അവരാണ് അല്ലാഹുവിന്റെ സ്വർഗത്തിലേക്ക് കടന്നു പോകുന്നത്. ദുനിയാവിൽ എങ്ങനെയും അടിച്ചു പൊളിച്ചു ജീവിച്ചിട്ട് ദുനിയാവിന്റെ സർവ്വ സുഖരസങ്ങളും ചേർത്തു പിടിച്ചിട്ട് അവസാനം അല്ലാഹുവിന്റെ പരലോകത്തു ചെല്ലുമ്പോ വിജയിക്കാൻ കഴിയുമെന്ന് പലപ്പോഴും നമ്മൾ വിചാരിച്ചവരാ. നമ്മുടെ നിസ്കാരവും നമ്മുടെ നോമ്പും എപ്പോഴാണ് പരലോകത്ത് പലപ്പോഴും നമ്മുടെ പ്രയാസങ്ങളെ കുറിച്ച് നമ്മൾ അറിയില്ല. ദുനിയാവിന്റെ പ്രയാസങ്ങളിൽ നമ്മളെ ചേർത്തു പിടിക്കാൻ ആളുകളുണ്ട്. ദുനിയാവിന്റെ ദുരിതങ്ങളിൽ നമ്മളെ അറിയാൻ ആളുകളുണ്ട്. പക്ഷേ പെങ്ങളെ, പലപ്പോഴും നമ്മൾ ചിന്തിക്കാത്തൊരവസ്ഥ ഏതാ? നാളെ അല്ലാഹുവിന്റെ പരലോകത്തേക്ക് കടന്നു ചെല്ലുന്നൊരു ദിവസമുണ്ടല്ലോ. നമ്മൾ ചെയ്തു കൂട്ടിയ സർവ്വതും പടച്ച റബ്ബിന്റെ മുമ്പിൽ കൊണ്ടുവരുന്ന, ചെറുതെന്നില്ല വലുതെന്നില്ല, ഏത് കൂരിരുട്ടിലും ചെയ്തു പോയതെല്ലാം നാളെ അല്ലാഹുവിന്റെ മുമ്പിലേക്ക് കൊണ്ടുവരുന്നൊരു ദിവസമുണ്ട് വാപ്പാ. ആ ദിവസത്തെ കുറിച്ച് പലപ്പോഴും നമ്മൾ മറന്നുപോയവരാ. പലപ്പോഴും നമ്മൾ അതിനെ കുറിച്ച് ഹൃദയത്തിന്റെ ഉള്ളില് മറവിയിലൂടെ നമ്മൾ കടന്നുപോയവരാ. ദുനിയാവിന്റെ സർവമാന സുഖരസങ്ങളും നമ്മുടെ മനസ്സിന്റെ ഉള്ളിലേക്ക് കടന്നു വന്നപ്പോ അല്ലാഹുവിന്റെ പരലോകത്തെ നമ്മൾ മറന്നുപോയല്ലോ. പടച്ച റബ്ബിന്റെ സ്വർഗത്തെ നമ്മൾ മറന്നുപോയല്ലോ. അല്ലാഹുവിന്റെ മീസാനെ നമ്മൾ മറന്നുപോയല്ലോ. അല്ലാഹുവിന്റെ സിറാത്തിനെ നമ്മൾ മറന്നുപോയല്ലോ. ഏ പെങ്ങളെ, അല്ലാഹുവിന്റെ റസൂല് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് 14 മുമ്പ് മഹാനായ അബൂദർ തങ്ങളോട് പറഞ്ഞു കൊടുത്ത പരലോകത്തിന്റെ പേടിപ്പെടുത്തുന്ന രംഗങ്ങളുണ്ടല്ലോ. ദുനിയാവിന്റെ നിമിഷങ്ങളില് അല്ലാഹുവിനെ മറന്നു പോകുന്നവരോട് ഓർക്കണം പെങ്ങളെ, അല്ലാഹുവിന്റെ പരലോകത്തെ. നാളെ എല്ലാവരെയും കൊണ്ടു നിർത്തുന്നൊരു പരലോകമുണ്ട്. സഹായിക്കാൻ ഒരാളില്ലാത്ത പരലോകമുണ്ട്. ചേർത്തു പിടിക്കാൻ ഒരാളില്ലാത്ത പരലോകമുണ്ട്. നമ്മുടെ പ്രയാസങ്ങൾ ഷെയർ ചെയ്യാൻ കഴിയാത്തൊരു പരലോകമുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ ഉമ്മുൽ മുഅ്മിനീൻ ബീവി ആയിഷ റളിയല്ലാഹു തആല അൻഹയെ കാണാൻ ഒരിക്കൽ അവരുടെ വീട്ടിലേക്ക് കടന്നു വരുന്ന സമയത്ത് ആയിഷ റളിയല്ലാഹു തആല അൻഹ കരയുകയാണ്. പെങ്ങളെ, ഹബീബായ തങ്ങള് ആയിഷ സിദ്ദീഖ റളിയല്ലാഹു തആല അൻഹയുടെ വീട്ടിലേക്ക് കടന്നു വരുമ്പോ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹയുടെ കണ്ണ് നിറഞ്ഞിട്ട് ഇങ്ങനെ കണ്ണുനീര് വെളിയിലേക്ക് കടന്നു വരികയാ. ആയിഷ റളിയല്ലാഹു തആല അൻഹയോട് ഹബീബായ തങ്ങൾ ചോദിക്കുന്നു, ആയിഷ
എന്തിനാണ് മോളെ കരയുന്നത്? എന്തിനാണ് നിന്റെ കണ്ണിങ്ങനെ നിറഞ്ഞൊഴുകുന്നത്? ആയിഷ സിദ്ദീഖ റളിയല്ലാഹു തആല അൻഹ അല്ലാഹുവിന്റെ റസൂലിനോട് പറയുന്നു, നബിയേ യാ റസൂലല്ലാഹ് ദക്കർതു നാറ ഫബകൈതു. എന്റെ കണ്ണ് നിറച്ചത് മറ്റൊന്നുമല്ല, ഞാൻ അല്ലാഹുവിന്റെ നരകത്തെ കുറിച്ച് ഓർത്തു പോയപ്പോ, തീനാല് പടച്ച റബ്ബ് പടച്ച നരകത്തെ കുറിച്ച് ഓർത്തു പോയപ്പോ എനിക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല നബിയേ. അങ്ങനെയാണ് എന്റെ കണ്ണിലൂടെ കണ്ണുനീര് വെളിയിലേക്ക് വന്നത്. എന്നിട്ട് ആയിഷ റളിയല്ലാഹു തആല അൻഹ അല്ലാഹുവിന്റെ റസൂലിനോട് പറയുന്നു, നബിയേ ഫഹൽ തദ്കുറൂന അഹ്ലീകും യൗമൽ ഖിയാമ. നാളെ പരലോകത്തേക്ക് പടച്ച റബ്ബിന്റെ മുമ്പിലേക്ക് കൊണ്ടുവരുമ്പോ എല്ലാവരും ഇസ്രാഫീൽ അലൈഹിസ്സലാത്തു വസ്സലാം സൂറന്ന കാഹളത്തിൽ രണ്ടാമത്തെ ഊതൂതുമ്പോ എല്ലാവരും ജീവനോടെ അവരുടെ ഖബറുകളിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുകയാണ് വാപ്പാ. എല്ലാവരും അല്ലാഹുവിന്റെ മഹ്ശറയിലേക്ക് കൊണ്ടുപോവുകയാ. ഒരു ജാണകലത്തിൽ അല്ലാഹുവിന്റെ സൂര്യന് നമ്മുടെ തലക്കുമീതെ കത്തിച്ചൊലിച്ചു നിൽക്കുന്ന ചെമ്പിന്റെ തറയിലാണുള്ളത്. ധരിക്കാൻ വസ്ത്രമില്ല, കാൽപാദം പോലും നഗ്നനാണ്. എല്ലാം അല്ലാഹുവിന്റെ പരലോകത്തേക്ക് മനുഷ്യന് കടന്നു പോവുകയാ. ആയിഷ സിദ്ദീഖ റളിയല്ലാഹു തആല അൻഹ അല്ലാഹുവിന്റെ റസൂലിനോട് പറയുന്നു, നബിയേ യാ റസൂലല്ലാഹ്. ആ സമയത്ത് ആയിഷാനെ അങ്ങ് തിരിച്ചറിയുമോ നബിയേ? അങ്ങ് എന്നെ ചേർത്തു പിടിക്കുമോ നബിയേ? അങ്ങയുടെ കുടുംബാദികളെ അങ്ങ് അറിയുമോ നബിയേ? പെങ്ങളെ, ആയിഷ റളിയല്ലാഹു തആല അൻഹ ചോദിച്ച ചോദ്യമെന്ന് പറയുന്നത് അത് നിസാരപ്പെട്ട ചോദ്യമല്ല. ഇന്ന് ദുനിയാവിന്റെ പുറന്തൊലിയുടെ പുറത്ത് നമ്മളെ ചേർത്തു പിടിക്കാൻ ആളുകളുണ്ട്. നമ്മുടെ പ്രയാസങ്ങൾ നമുക്ക് പറഞ്ഞാൽ ആ പ്രയാസങ്ങൾ കേൾക്കാൻ ഈ നാട്ടിൽ നൂറുകണക്കിന് ആളുകളുണ്ടല്ലോ. ഈ ദാലിൽ ഒരു വീട്ടില് പട്ടിണിയനാണ്, കഴിക്കാൻ ഭക്ഷണമില്ലെന്ന് ഈ നാട്ടിലറിഞ്ഞ ഈ നാട്ടുകാര് ചേർത്തു പിടിക്കാനുണ്ടല്ലോ. ഇവിടെ പാവപ്പെട്ടൊരു പെണ്ണിന് കല്യാണത്തിന്റെ ഡേറ്റ് ഇങ്ങനെ അടുക്കുമ്പോ പടച്ച റബ്ബേ ഒരു തരി പൊന്നുപോലും ആ വീട്ടിലില്ലെന്ന് ഈ നാട്ടിലെ ആളുകൾ അറിഞ്ഞാ നിങ്ങൾ വാട്സാപ്പിന്റെ കൂട്ടായ്മകൾ ഉണ്ടാക്കുകയാണല്ലോ. പാവപ്പെട്ട ഇന്ന വീട്ടിലെ പെണ്ണിന്റെ കണ്ണുനീരൊപ്പാന് ഒന്ന് ചേർത്തു പിടിച്ചുകൂടെ, നമുക്കൊന്ന് സഹായിച്ചുകൂടെ എന്ന് പറഞ്ഞാൽ ഈ നാട്ടിലെ നൂറുകണക്കിന് ചെറുപ്പക്കാരികള് ഉള്ളത് കൊടുത്ത് സഹായിക്കാനില്ല വാപ്പാ. കിഡ്നി മാറ്റിവെക്കാനും മജ്ജ മാറ്റിവെക്കാന് ശരീരത്തിന് വല്ലാത്ത രോഗങ്ങൾ പിടികൂടുമ്പോ അല്ലാഹുവേ ലക്ഷക്കണക്കിന് സാമ്പത്തികത്തിന്റെ ആവശ്യം വരുന്ന പല പല ആവശ്യങ്ങൾ നമ്മള് ഈ നാട്ടുകാരുടെ മുമ്പ് പറഞ്ഞ പെങ്ങളെ, നിന്റെ പ്രയാസത്തിൽ നിന്നെ ചേർത്തു പിടിക്കാൻ ഈ നാടുണ്ടല്ലോ, ഈ നാട്ടിലെ പ്രവാസികളുണ്ടല്ലോ. നീ ഒന്ന് കരഞ്ഞാൽ, നീ ഒന്ന് തളർന്നാല്, ദുനിയാവിന്റെതെല്ലാം നിനക്ക് നഷ്ടപ്പെട്ടാൽ തിരികെ തരാ നിന്റെ കൂട്ടുകാരുണ്ട്, വീട്ടുകാരുണ്ട്, നാട്ടുകാരുണ്ട്. ആയിഷ റളിയല്ലാഹു തആല അൻഹയോട് അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, ആയിഷ പൊന്നുമോളെ, പരലോകമെന്ന് പറയുന്നത് നിസാരമല്ല. അത് നിസാര സെക്കൻഡുകൾ കൊണ്ട് തീർന്നു പോകുന്നതല്ല. നാളെ പടച്ച റബ്ബിന്റെ പരലോകത്തേക്ക് കടന്നു വരുമ്പോ സഹായിക്കാൻ ഒരാളില്ല, ചേർത്തു പിടിക്കാൻ ഒരാളില്ല, നിന്റെ വിഷമങ്ങൾ പറഞ്ഞാൽ അവിടെ കേൾക്കാൻ ഒരാളില്ല. അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, ആയിഷ മോളെ, പരലോകത്തിന്റെ നിസ്സഹായ അവസ്ഥകളെ കുറിച്ച് ഞാനൊന്ന് നിന്നോട് പറഞ്ഞു തരട്ടെ. ആയിഷ റളിയല്ലാഹു തആല അൻഹയോട് ഹബീബായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, നാളെ പരലോകത്ത് അല്ലാഹു ഒരു വാപ്പാനെ കൊണ്ടുവരികയാണ്. ആരാണെന്നറിയുമോ ആ വാപ്പ? ദുനിയാവിൽ പടച്ച റബ്ബ് നല്ല രണ്ടു മക്കളെ കൊടുത്ത വാപ്പയാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നന്മതിന്മകളെല്ലാം തൂക്കി നോക്കിയിട്ട് ആ വാപ്പാനോട് പറയുകയാ, നിന്റെ നന്മയുടെ തുലാസിൽ ഭാരം കുറഞ്ഞുപോയി, നീ ചെയ്ത നന്മകൾ കുറഞ്ഞുപോയി, നിന്റെ വാസസ്ഥലം അത് നരകമാ.
ആ വാപ്പാനെ പടച്ചറബ് നരകത്തിലോട്ട് പറഞ്ഞേക്കുകയാ. രണ്ടാമത് പടച്ചറബ് തൂക്കി നോക്കുന്ന കർമ്മമാരുടെയാ? ആ വാപ്പയുടെ രക്തത്തിൽ ഉണ്ടായ പൊന്നുമകനാ. അല്ലാഹുവേ, നന്മകൾ ഇങ്ങനെ തൂക്കി നോക്കുമ്പോ ആ പൊന്നുമകന്റെ നന്മയുടെ ഭാരത്തിന്, നന്മയുടെ തട്ടിന് ഭാരം തൂങ്ങുമ്പോ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറഞ്ഞേക്കുകയാണ് സ്വർഗ്ഗത്തിലേക്ക്. ആയിഷ റളിയല്ലാഹു തആല അൻഹയോട് അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, ആയിഷ പൊന്നുമോളെ, പരലോകത്തിന്റെ ഏറ്റവും വലിയ നിസ്സഹായ അവസ്ഥയെ ഞാൻ നിനക്കൊന്ന് പരിചയപ്പെടുത്തി തരട്ടെയോ? നരകത്തിന്റെ കവാടത്തിലേക്ക് കടന്നു പോകുന്ന വാപ്പയുണ്ടല്ലോ, ആ വാപ്പമല്ല സ്വർഗത്തിന്റെ കവാടത്തിലേക്കൊന്ന് നോക്കുമ്പോ സുബ്ഹാനല്ലാഹ്, ദുനിയാവിൽ പടച്ചറബ് എനിക്ക് തന്ന എന്റെ പൊന്നുമോനുണ്ടല്ലോ, അവനാണല്ലോ സ്വർഗത്തിലേക്ക് കടന്നു പോകുന്നത്. പൊന്നുവാപ്പ വിളിക്കുകയാണ്, മോനെ, നീ വാപ്പാനെ കാണുന്നില്ലടാ പൊന്നുമോനെ. ഈ ദുനിയാവിന്റെ ജീവിതത്തിൽ വാപ്പ നിനക്ക് വേണ്ടി കഷ്ടപ്പെട്ടവനാണ്. നിനക്ക് വേണ്ടിയാണ് വാപ്പ ഈ ലോകത്ത് പട്ടിണി സഹിച്ചത്. നിനക്ക് വേണ്ടിയാണ് വാപ്പ നല്ല വസ്ത്രം ധരിക്കാതിരുന്നത്. നിനക്ക് വേണ്ടിയാണ് വാപ്പ പ്രവാസ ജീവിതത്തെ തെരഞ്ഞെടുത്തത്. പൊന്നുമോനെ, നിനക്ക് വേണ്ടിയാണ് ദുനിയാവിന്റെ സർവമാന കഷ്ടപ്പാടുകളും ഈ വാപ്പ സഹിച്ചത്. അല്ലാഹു എന്നെ നരകത്തിലേക്ക് വലിച്ചെറിയുകയാണ്. വാപ്പാടെ അക്കൗണ്ടിൽ ഒരുപാട് തിന്മകളില്ല, ഒരുപാട് നന്മകളുടെ കുറവുമില്ല. പൊന്നുമോനെ, നിനക്ക് അല്ലാഹു തന്ന സമയം കൊണ്ട് ദുനിയാവിൽ ചെയ്ത ഒരുപാട് കർമ്മങ്ങൾ നിനക്കുണ്ടല്ലോ. നീ ചെയ്ത കർമ്മങ്ങളിൽ ഒരൽപ്പം ഈ വാപ്പക്ക് വീതം വെച്ചു തന്നാൽ ഈ വാപ്പയും സ്വർഗത്തിലാ പൊന്നുമോനെ. ആയിഷ റളിയല്ലാഹു തആല അൻഹയോട് ഹബീബായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, രണ്ടാമതൊരു ഉമ്മയെ അല്ലാഹു കൊണ്ടുവരികയാണ് ആയിഷ. ആ ഉമ്മയെയും അല്ലാഹു നരകത്തിലേക്ക് പറഞ്ഞയക്കുകയാ. തന്റെ സ്വർഗത്തിലേക്ക് കടന്നു പോകുന്ന പൊന്നുമകനെ നോക്കിയിട്ട് ആ ഉമ്മ നെടുവീർപ്പോടെ പൊട്ടിക്കരയുകയാണല്ലോ. മോനെ, 9 മാസവും 10 ദിവസവും നിന്നെ ഉദരത്തിൽ ചുമന്നതുമ്മയാ. നിനക്ക് വേണ്ടി കഷ്ടപ്പാട് സഹിച്ചതുമ്മയാണ്. നിന്റെ കൈ വളരുന്നുണ്ടോ, കാല് വളരുന്നുണ്ടോ എന്ന് കരുതിയിട്ട് പൊന്നുമോനെ, തറയിൽ വെച്ചാൽ ഉറുമ്പരിക്കും, തലയിൽ വെച്ചാൽ പേനരിക്കും. അത്രത്തോളം കഷ്ടപ്പാടിൽ എന്റെ പൊന്നുമകനെ വളർത്തി വലുതാക്കാൻ ഈ ഉമ്മ ഒരുപാട് കഷ്ടപ്പെട്ടതാ പൊന്നുമോനെ. ഉമ്മയെ പടച്ചറബിന്ന് നരകത്തിലേക്ക് വലിച്ചെറിയുകയാ. ഉമ്മാടെ അക്കൗണ്ടിൽ ഒരുപാട് തിന്മകളില്ല, ഒരുപാട് നന്മകളുടെ കുറവില്ല. മോനെ, നീ ചെയ്ത കർമ്മത്തിൽ നിന്നൊരൽപ്പം എനിക്കൊന്ന് വീതം വെച്ചു തരുമോന്ന് നാളെ പരലോകത്തിന്റെ നിസ്സഹായ അവസ്ഥയില് ഓരോ ഉമ്മമാരും ഓരോ ഉപ്പമാരും പൊന്നുമക്കളുടെ മുമ്പിൽ കെഞ്ചിക്കേഴും ആയിഷ. ആ സമയത്ത് പൊന്നുമക്കൾ പറയുന്നൊരു വാക്കുണ്ട്, ശ്രദ്ധിക്കണം പെങ്ങളെ. ആ സമയത്ത് കഷ്ടപ്പാടിലും പ്രയാസത്തിലും വളർത്തി വലുതാക്കിയ പൊന്നുമക്കള് നമ്മളോട് പറയുകയാണ്, ലാ യുഹ്മലു മിൻഹു ശൈഉൻ വലൗ കാന ദാ ഖുർബാ. വാപ്പാ, ഇവിടെ ചേർത്തു പിടിക്കാൻ ഒരാളില്ല, നിങ്ങളുടെ പ്രയാസങ്ങൾ അറിയാൻ ഒരാളില്ല, നിങ്ങളുടെ ബുദ്ധിമുട്ടുകളെ മനസ്സിലാക്കുന്ന ഒരാളില്ല. ഇവിടെ നഫ്സി 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 നഫ്സി. സ്വന്തം ശരീരം എങ്ങനെയാ നരകത്തിന്റെ തീയിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നത്? എങ്ങനെയാണ് സ്വർഗത്തിൽ നിന്ന്, എങ്ങനെയാണ് നരകത്തിന്റെ തീജ്വാലയിൽ നിന്ന് ഓരോ ശരീരങ്ങളും രക്ഷപ്പെടുത്താമെന്ന് അവനവൻ ചിന്തിക്കുന്ന സമയമാ. ഇവിടെ വാപ്പക്ക് ഉമ്മയെ വേണ്ട, ഉമ്മക്ക് മക്കളെ വേണ്ട, മക്കൾക്ക് ഉമ്മയെ വേണ്ട, ഒരാളും ചേർത്തു പിടിക്കാനില്ലാത്ത പടച്ച റബ്ബിന്റെ മഹിസറ. ആയിഷ സിദ്ദീഖ റളിയല്ലാഹു തആല അൻഹയ്ക്ക് ഹബീബായ പ്രവാചകൻ ഇത് പറഞ്ഞു കൊടുത്തിട്ട് പറയുന്നുണ്ട്, ആയിഷ, അല്ലാഹുവിന്റെ പരലോകമെന്ന് പറയുന്നത് നിസാര സംഗതിയല്ല. അവിടെ രക്ഷപ്പെടുക പ്രയാസമാണ്. ഒന്നാമത്തെ കടമ്പ ഏതെന്നറിയുമോ വാപ്പാ? ഈ ചെറുപ്പക്കാരികളെ, പരലോക വിജയത്തിന്റെ ഒന്നാമത്തെ കടമ്പ ഏതാ? അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, സഹായിക്കാനില്ലാത്ത ഒരു മനുഷ്യൻ
മനുഷ്യനും ചേർത്തു പിടിക്കാനില്ലാത്ത പരലോകത്തിന്റെ ഒന്നാമത്തെ സംഗതി ഏതെന്നറിയുമോ? ഇൻദൽ മീസാൻ. അല്ലാഹു ദുനിയാവിൽ ചെയ്ത സർവ്വമാന കർമ്മങ്ങളും അല്ലാഹുവിന്റെ മുമ്പിലേക്ക് കൊണ്ടുവരികയാ. രാത്രി ചെയ്തതുണ്ട്, പകലിൽ ചെയ്തതുണ്ട്, രഹസ്യത്തിൽ നീ ചെയ്തതുണ്ട്, പരസ്യത്തിൽ ചെയ്തതുണ്ട്. പെങ്ങളെ, നാളെ പടച്ച റബ്ബിന്റെ മുമ്പിലേക്ക് നമ്മൾ ചെയ്ത കർമ്മങ്ങളെല്ലാം നാളെ അല്ലാഹുവിന്റെ സമക്ഷത്തിലേക്ക് കൊണ്ടുവരികയാണ്. മീസാൻ എന്ന തുലാസ് പ്രത്യക്ഷപ്പെടുകയാണ്. അല്ലാഹുവേ, ജിജ്ഞാസയോടെ കാത്തിരിക്കുകയാണ്. എന്റെ നന്മയുടെ തട്ടിലാണോ പടച്ച റബ്ബേ ഭാരം കൂടുന്നത്? അതല്ല, എന്റെ തിന്മയുടെ തട്ടിലാണോ ഭാരം കൂടുന്നത്? നന്മ ചെയ്യാ ദുനിയാവിന്റെ പുറന്തൊലിയുടെ പുറത്ത് എത്രയാണ് അവസരമുണ്ടായത്. അല്ലാഹുവിന്റെ പള്ളിക്ക് ചോദിച്ചു നമ്മൾ കൊടുത്തില്ല. അല്ലാഹുവേ, പാവപ്പെട്ടവൻ വന്ന് വീടിന്റെ ഉമ്മറപ്പടിയിൽ വന്ന് യാചിച്ചു കൊടുത്തില്ല. നിന്റെ പ്രയാസങ്ങളും ദുരിതങ്ങളും പറഞ്ഞിട്ട് നീ അവരെ മാറ്റി നിർത്തിയവനാണ്. അല്ലാഹുവിന്റെ പരിശുദ്ധമായ റമളാൻ കടന്നു വരുന്നതിന് മുമ്പ് റജബ് നമ്മളിലേക്ക് കടന്നു വന്നു. ഇതാ ശഅബാനിന്റെ അവസാനത്തെ ദിവസങ്ങളിലൂടെ കടന്നു പോവുകയാ. ഹബീബായ പ്രവാചകൻ തങ്ങളോട് ശഅബാനിൽ എന്തിനാ നോമ്പെടുക്കുന്നതെന്ന് ചോദിച്ചപ്പോ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ മറുപടി എന്താ? പെങ്ങളെ, ഞാൻ എന്തിനാണ് ശഅബാനിൽ നോമ്പെടുക്കുന്നതെന്നറിയോ? എല്ലാവരും അശ്രദ്ധയിലായി പോകുന്ന ഒരു മാസമാണ് ശഅബാൻ. റമളാനിലേക്ക് കടന്നു വരാനുള്ള ഏറ്റവും നല്ല പരീക്ഷണ സമയമാണ്, പരിശീലന സമയമാണ് ശഅബാൻ. മാത്രമല്ല, ദുനിയാവിൽ ഞാൻ ചെയ്തു പോയ കർമ്മങ്ങളെല്ലാം ശ്രദ്ധിക്കണം സഹോദരങ്ങളെ. ദുനിയാവിൽ ചെയ്തു പോയ കർമ്മങ്ങളെല്ലാം എന്റെ പടച്ച റബ്ബിലേക്ക് ഉയർത്തപ്പെടുന്ന മാസമാണ് ശഅബാൻ. സഹാബ, എന്റെ കർമ്മങ്ങൾ എന്റെ പടച്ച റബ്ബിന്റെ മുമ്പിലേക്ക് എത്തപ്പെടുമ്പോ നോമ്പുകാരനായിരിക്കണമെന്ന്, അതുകൊണ്ടാണ് ഞാൻ നോമ്പെടുക്കുന്നതെന്ന് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ്. പടച്ച റബ്ബ് വന്ന പാപങ്ങൾ പുറത്തു കൊടുത്ത, വരാനുള്ള പാപങ്ങൾ പുറത്തു കൊടുത്ത, സ്വർഗത്തിന്റെ താക്കോൽ എന്റെ കയ്യിലാണെന്ന് പറഞ്ഞ, ഞാനാണ് സ്വർഗം തുറക്കുന്നതെന്ന് പറഞ്ഞ ഹബീബായ പ്രവാചകൻ തങ്ങൾ പോലും പറഞ്ഞതെന്താ? ദുനിയാവിൽ ചെയ്ത കർമ്മങ്ങൾ പടച്ച റബ്ബിന്റെ മുമ്പിലേക്ക് ഉയർത്തപ്പെടുമ്പോ ഞാൻ നോമ്പുകാരനായിരിക്കുന്നതാണ് എനിക്കിഷ്ടമെന്ന് പ്രവാചകൻ പറഞ്ഞു പോയെങ്കില് ശഅബാനിന്റെ അവസാന സമയത്തേക്ക് എത്തി പെങ്ങളെ. പടച്ച റബ്ബിന്റെ മുമ്പിലേക്ക് നിന്റെ കർമ്മങ്ങൾ ഉയർന്നല്ലോ, ഇനിയും ഉയരാനുണ്ടല്ലോ. നാളെ പടച്ച റബ്ബിന്റെ മീസാൻ എന്ന തുലാസിൽ കൊണ്ടുപോയി നിന്റെ കർമ്മങ്ങൾ തൂക്കി നോക്കുമ്പോ പടച്ച റബ്ബേ, എന്റെ കർമ്മങ്ങൾ എവിടെയാ പോയത്? എവിടെയാണ് എന്റെ കർമ്മങ്ങൾ നഷ്ടപ്പെട്ടത്? പള്ളിക്ക് പൈസ കൊടുത്തതുണ്ടല്ലോ, എവിടെ പോയി അല്ലാ? യതീമിനെ സഹായിച്ചതുണ്ടല്ലോ, എവിടെ പോയി അല്ലാ? ഒരു പാവപ്പെട്ടവൻ ദാലിൽ എന്റെ വീട്ടിന്റെ മുമ്പ് വന്നിട്ട് അവന്റെ പ്രയാസം പറഞ്ഞാൽ എന്റെ വാതിൽ ഞാൻ തുറക്കാറില്ലല്ലോ, അവന്റെ മുമ്പിൽ ഞാൻ എന്റെ വാതിൽ അടക്കാറില്ലല്ലോ. അല്ലാഹുവേ, വീട്ടിലുള്ളത് കൊടുത്തിട്ട് അവനെ സമാധാനത്തിന്റെ വാക്കു പറഞ്ഞയച്ചവളാണല്ലോ. പ്രവാസ ജീവിതത്തിന്റെ പ്രയാസങ്ങളിലൂടെ എന്റെ പാവപ്പെട്ട ഭർത്താവ് കടന്നുപോയപ്പോ പടച്ച റബ്ബേ, ഞാൻ എന്റെ പള്ളിക്ക് ചോദിച്ചപ്പോ ഇല്ല എന്ന് പറഞ്ഞിട്ടില്ല. വിസിറ്റിംഗ് വിസയിലെ കാലങ്ങളായി ജീവിക്കുന്നു. അല്ലാഹുവേ, നല്ലൊരു തനാസിന് വേണ്ടി ഞാൻ ശ്രമിക്കുന്നു. സാലറി ഇല്ലാതെ മാസങ്ങളായി കഷ്ടപ്പെടുന്നു. ശരീരത്തിൽ വേദനകളും യാതനകളും രോഗങ്ങളും പലതും കടന്നു വന്നിട്ട് പ്രവാസികൾ അവരുടെ കുടുംബത്തെ അറിയിക്കാറില്ല. ഏറ്റവും ഡോസ് കൂടിയ പെനഡോള് കഴിച്ചിട്ട് പ്രഭാതത്തിൽ പണിക്ക് പോകുന്ന പാവപ്പെട്ട പ്രവാസികള്, പെങ്ങളെ, എന്റെ പ്രിയതമന്റെ പ്രയാസങ്ങൾ പോലും ഞാൻ വകവെക്കാതെ അല്ലാഹുവിന്റെ പള്ളിക്ക് കൊടുത്തു, പാവപ്പെട്ടവന് കൊടുത്തു. എന്തിനാണ് പെങ്ങളെ കൊടുത്തത്? എന്തിനാണ് വാപ്പാ സഹായിച്ചത്? നാളെ പടച്ച റബ്ബിന്റെ മുമ്പ് വന്നിട്ട് എന്റെ കർമ്മങ്ങൾ അല്ലാഹു തൂക്കി നോക്കുമ്പോ
സ്വർഗ നരകങ്ങളെ പടച്ച റബ്ബന്റെ മുമ്പിൽ വേർതിരിക്കുമ്പോ എന്റെ വാസസ്ഥലം അത് നരകമാണോ അല്ലാ, അതല്ല സ്വർഗമാണോ അല്ലാ? ഈ ഉമ്മമാരെ കഷ്ടപ്പെട്ട് നമ്മൾ ചെയ്തു പോയ കർമ്മങ്ങളെ അല്ലാഹുവിന്റെ മുമ്പ് കൊണ്ടുവെക്കപ്പെടുന്ന ഒരു ദിവസത്തെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചോ? പടച്ചോനെ, എന്റെ കർമ്മം എന്റെ മുഖത്തേക്ക് പടച്ച റബ്ബ് വലിച്ചെറിഞ്ഞാൽ പാതിരാത്രി എല്ലാവരും ഉറങ്ങിയപ്പോ ഈ 11 മണി സമയത്തു സർവ്വ തിരക്കുകളും മാറ്റിവെച്ചിട്ട് അല്ലാഹുവിന്റെ പള്ളിയുടെ ചാരത്തൊരുമിച്ചു കൂടിയ എന്റെ പ്രിയമുള്ള തലനിരച്ച ഉപ്പമാരെ ഉമ്മമാരെ എല്ലാവരും കിടന്നുറങ്ങുമ്പോ പാതിരാത്രി നിങ്ങൾ ഇവിടെ വന്നിരുന്നത് എന്തിനാണ്? അല്ലാഹുവേ, ഈ ഇരുത്തം നാളെ എന്റെ കനപ്പെട്ട കർമ്മങ്ങളായിട്ട് എന്റെ പരലോകത്ത് കിട്ടിയാൽ ചോദിച്ചപ്പോ സ്വർണവും പൈസയും വാരി നിങ്ങൾ അല്ലാഹുവിന്റെ പള്ളിക്ക് കൊടുത്തത് എന്തിനാ പെങ്ങളെ? നാളെ എന്റെ റബ്ബിന്റെ മുമ്പിലേക്ക് കൊണ്ടുവരുന്ന ഒരു ദിവസത്തില് എനിക്ക് എന്റെ പടച്ച റബ്ബിന്റെ മുമ്പിൽ വിജയിക്കണമെന്ന് കരുതിയിട്ടല്ലേ? ചിന്തിക്കണം പെങ്ങളെ. അല്ലാഹുവിന്റെ മീസാൻ എന്ന തുലാസിൽ നമ്മുടെ കർമ്മങ്ങളെ പടച്ച റബ്ബ് തൂക്കി നോക്കുന്ന ആ ദിവസത്തെ കുറിച്ചുള്ള ചിന്ത ഹൃദയത്തിലേക്ക് വാ. ചെയ്യുന്ന കർമ്മങ്ങൾ അല്ലാഹുവിനേക്ക് ചെയ്യ്. അല്ലാഹുവേ, എന്റെ കർമ്മങ്ങൾക്ക് നീ പ്രതിഫലം തരണമെന്ന പ്രതീക്ഷയിൽ ചെയ്യ്. സഹാബത്തിന്റെ കണ്ണുനീരിലൂടെ കണ്ണുനീര് കിടന്നു വന്നത് എപ്പോഴാ വപ്പാ? സഹാബത്ത് പ്രയാസത്തിലും ബുദ്ധിമുട്ടിലും അവരവരുടെ റബ്ബിനു വേണ്ടി കർമ്മങ്ങൾ ചെയ്യുകയാണ്. പടച്ച റബ്ബിന്റെ മുമ്പിൽ ചെല്ലുമ്പോ എന്റെ കർമ്മങ്ങളെല്ലാം എന്റെ മുഖത്തേക്ക് വലിച്ചെറിഞ്ഞു കളഞ്ഞാൽ അല്ലാഹുവേ, അവിടെ എന്നെ ചേർത്തു പിടിക്കാൻ ആരാണുള്ളത്? ആരാണ് അവിടെ എന്നെ സഹായിക്കാനുള്ളത്? മഹാനായ അത്താഉസ് സലമി റളിയല്ലാഹു തആല അൻഹു ആരാണെന്നറിയോ സഹോദരങ്ങളെ? ആ നാട്ടിലെ ഏറ്റവും നല്ല തുണി വ്യാപാരിയാണ്. തന്റെ കയ്യിൽ ഒരു വസ്ത്രം കിട്ടിയാൽ, തന്റെ കയ്യിൽ ഒരു തുണി കിട്ടിയാൽ ഏറ്റവും നല്ല പോലെ മനുഷ്യന്റെ കണ്ണുകൾക്ക് കുളിർമയണിയിക്കുന്ന ഏറ്റവും നല്ല വസ്ത്രങ്ങൾ നെയ്തുണ്ടാക്കുന്ന വ്യാപാരിയാണ് മഹാനായ സയ്യിദുനാ അത്താഉസ് സലമി റളിയല്ലാഹു അൻഹു. മഹാനവറുകൾ ഒരിക്കൽ തീരുമാനമെടുക്കുകയാ, കാലങ്ങളായിട്ട് ഞാൻ പുതപ്പ് നെയ്തുണ്ടാക്കുന്നു, കാലങ്ങളായി ഞാൻ വസ്ത്രം നെയ്തുണ്ടാക്കുന്നു. പടച്ച റബ്ബേ, ഇനി ഞാൻ എന്റെ ജീവിതത്തിലെ ഏറ്റവും നല്ലൊരു വസ്ത്രം നെയ്യുകയാണ്. ദിവസങ്ങളോളം മാസങ്ങളോളം കാത്തിരുന്ന് സൂക്ഷ്മതയോടെ കഷ്ടപ്പെട്ടിട്ട് ചെയ്യുകയാണ്. അത്താഉസ് സലമി തങ്ങള് ഏറ്റവും നല്ല വില കൂടിയ നൂലുകൾ വാങ്ങി ആ നൂലിഴകളെല്ലാം ചേർത്തു വെച്ചു. അതുവരെ തന്റെ ജീവിതത്തിൽ ഉണ്ടാക്കിയ സർവമാന വസ്ത്രത്തെക്കാളും ഏറ്റവും നല്ലൊരു വസ്ത്രം, ഒരു ന്യൂനതയും ഒരു മനുഷ്യന് കാണിച്ചു തരാനില്ലാത്ത ഏറ്റവും നല്ലൊരു വസ്ത്രം നെയ്തുണ്ടാക്കുന്നു പെങ്ങളെ. അത്താഉസ് സലമി റളിയല്ലാഹു തആല അൻഹു ആ സാമഗ്രിയുമായിട്ട് ചന്തയിലേക്ക് കടന്നു പോവുകയാണ്. ഒരുപാട് കടകളിൽ കയറിയില്ല. അത്താഇനറിയാം, ഞാൻ ഇന്ന് നെയ്തുണ്ടാക്കിയ വസ്ത്രം ഏറ്റവും നല്ല വസ്ത്രമാണ്. ഇത് ഞാൻ പറയുന്ന വിലക്ക് എന്റെ കയ്യിൽ നിന്നത് വാങ്ങിക്കൊണ്ടു പോകാൻ ആളുകളുണ്ട്. അത്താഉസ് സലമി റളിയല്ലാഹു തആല അൻഹു മാർക്കറ്റിൽ കണ്ട ഏറ്റവും നല്ല വലിയൊരു കടയിലേക്ക്, ആദ്യം കണ്ട കടയിലേക്ക് ഓടിക്കേറി. അത്താഉസ് സലമി പറയുന്നു, മനുഷ്യ, ഇതുവരെ ഞാൻ ഉണ്ടാക്കിയതില് ഏറ്റവും വിലപിടിപ്പുള്ള, അത്രത്തോളം സൂക്ഷ്മതയില് ഞാൻ നെയ്തുണ്ടാക്കിയ ഒരു വസ്ത്രമാണ് നിങ്ങളുടെ മുമ്പിലേക്ക് ഞാൻ തരുന്നത്. ഏറ്റവും നല്ല മാന്യമായ വില നിങ്ങൾ എനിക്ക് തരണേ. അത്താഉ തങ്ങളുടെ കയ്യിൽ നിന്ന് കഷ്ടപ്പെട്ട് നെയ്തുണ്ടാക്കിയ വസ്ത്രം വാങ്ങിയിട്ട് ആ വ്യാപാരി തുറന്നു നോക്കിയപ്പോ സുബ്ഹാനല്ലാഹ്, ഏറ്റവും നല്ല വസ്ത്രമാണെന്ന് പറഞ്ഞിട്ട് കൊടുത്ത അത്താഉ റളിയല്ലാഹു തആല അൻഹുവിന്റെ മുഖത്ത് നോക്കിയിട്ട് വസ്ത്രവ്യാപാരി പറഞ്ഞത്, ആ കച്ചവടക്കാരനായ ആ മനുഷ്യൻ പറഞ്ഞത്, ഒരു 5ഓളം ന്യൂനതകൾ ഞാൻ നിനക്ക് ഇതിൽ കാണിച്ചു തരട്ടെയോ? അത്താഉ തങ്ങൾ നോക്കുമ്പോൾ ദിവസങ്ങളും മാസങ്ങളും കഷ്ടപ്പെട്ടു ചെയ്ത ആ ഒരൊറ്റ വർക്കിന് വേണ്ടി കാലങ്ങൾ കാത്തിരുന്നു ചെയ്ത ആ ഒരൊറ്റ വർക്ക്, ഒരൊറ്റ നോട്ടത്തിൽ സാധാരണ ഒരു മനുഷ്യൻ പറഞ്ഞത്, ഇതിന്റെ ന്യൂനതകളൊന്നും മാറിയിരുന്നെങ്കിൽ, ഇതിന്റെ ഡിസൈൻ ഒന്ന് മാറ്റിയിരുന്നെങ്കിൽ, ഒരുപാട് ന്യൂനതകൾ അത്താഉ തങ്ങളോട് പറയാൻ തുടങ്ങുമ്പോ പടച്ചവനെ,
സലമി റളിയല്ലാഹു തആല അൻഹു കരയാൻ തുടങ്ങുകയാ. ആ കണ്ണുനീര് താടി രോമങ്ങൾ നിറഞ്ഞ് താടി രോമങ്ങൾ പോലും നനഞ്ഞിട്ട് വെളിയിലേക്ക് നിറകളിക്കുമ്പോ ആ കച്ചവടക്കാരൻ പറയുന്നു, നീ കൊണ്ടുവന്ന വസ്ത്രത്തിന്റെ വില കുറഞ്ഞു പോയത് കൊണ്ടാണ് നീ കരയുന്നതെങ്കിൽ കരയണ്ട തായേ, കരയണ്ട, ഏറ്റവും നല്ല വില നിനക്ക് ഞാൻ തരാമെന്ന് പറയുമ്പോ തങ്ങൾ പറയുകയാ, മനുഷ്യ, ഞാൻ നിങ്ങൾ പറഞ്ഞ വിലയുടെ, നിങ്ങൾ പറഞ്ഞ പുതപ്പിന്റെ വില കുറഞ്ഞതിന്റെ പേരിലല്ല കരയുന്നത്. ഞാൻ എന്തിനാ കരയുന്നതെന്നറിയോ? ഞാൻ എന്റെ പടച്ച റബ്ബിന് വേണ്ടി നിസ്കരിക്കാറുണ്ട്, ഞാൻ എന്റെ പടച്ച റബ്ബിന് വേണ്ടി നോമ്പ് പിടിക്കാറുണ്ട്, ഞാൻ എന്റെ പടച്ച റബ്ബിന് വേണ്ടി രഹസ്യ പരസ്യ കർമ്മങ്ങൾ ചെയ്യാറുണ്ട്. സുബ്ഹാനല്ലാഹ്, ജീവിതത്തിൽ അത്രത്തോളം കഷ്ടപ്പെട്ടു ചെയ്ത ഒരു കർമ്മമാണ്, അത്രത്തോളം പ്രയാസപ്പെട്ടു ഞാൻ ചെയ്ത ഈ ഒരു വർക്ക് സാദാ സീതാ മനുഷ്യനായ നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവന്നപ്പോ നിങ്ങൾ എത്രയാണ് അതിലെനിക്ക് ന്യൂനത കാണിച്ചു തന്നത്, എത്രയാണ് അതിൽ നിങ്ങൾ കുറവുകൾ കാണിച്ചു തന്നത്. ഞാൻ കഷ്ടപ്പെട്ട എന്റെ റബ്ബിന് വേണ്ടി ചെയ്യുന്ന കർമ്മങ്ങളുണ്ടല്ലോ, നാളെ എന്റെ പടച്ച റബ്ബിന്റെ മുമ്പിലേക്ക് വരുമ്പോ എല്ലാം സൂക്ഷ്മമായി അറിയുന്ന എന്റെ അല്ലാഹ് എന്റെ കർമ്മങ്ങൾ എന്റെ മുഖത്തേക്ക് വലിച്ചെറിഞ്ഞാലോ? സലമയുടെ കണ്ണ് നിറഞ്ഞത് അങ്ങനാ പെങ്ങളെ. ദുനിയാവില് നിസ്കരിക്കുമ്പോ, നോമ്പ് പിടിക്കുമ്പോ, ഹജ്ജ് ചെയ്തപ്പോ, ഉംറ ചെയ്തപ്പോ, സ്വതക്ക കൊടുത്തപ്പോ, അല്ലാഹുവിന്റെ മീസാൻ എന്ന തുലാസില് നമ്മുടെ കർമ്മങ്ങളെ അല്ലാഹു കൊണ്ടുവെക്കപ്പെടുന്ന ഒരു ദിവസമുണ്ട് വാപ്പാ. നടക്കാൻ കഴിയാത്ത വാപ്പമാരെ, ദാരുൽ ജുമാ മസ്ജിദിന്റെ മിനാരത്തെ തടിയിത്തലോടിയിട്ട് വെളിയിലേക്ക് നിറകളിക്കുന്ന ഹയ്യ അലൽ സ്വലാഹ്, ഹയ്യ അലൽ ഫലാഹ് എന്ന മന്ത്രോച്ചാരണം കേൾക്കുമ്പോ അല്ലാഹുവേ, ചെറുപ്പക്കാര് പലരും കളി വിനോദങ്ങളിൽ ഏർപ്പെടുമ്പോ പാവപ്പെട്ട ദാരിലെ തല നരച്ച വാപ്പമാര് ഊന്നുവടിയിൽ കുത്തിപ്പിടിച്ചിട്ട് എന്തിനാണ് അല്ലാഹുവിന്റെ പള്ളിയിലേക്ക് വരുന്നത്? ഏ വാപ്പാ, മീസാൻ എന്ന തുലാസില് പടച്ച റബ്ബിന്റെ കർമ്മങ്ങളെ തൂക്കി നോക്കുമ്പോ കനപ്പെട്ട കർമ്മങ്ങൾ എനിക്ക് ചെയ്യണം, എന്റെ കനപ്പെട്ട കർമ്മങ്ങളായിട്ട് മാറണമെന്ന ആഗ്രഹത്തിന്റെ പുറത്തല്ലേ ആയിഷ റളിയല്ലാഹു തആല അൻഹയോട് പറയുന്നു, ആയിഷ, നാളെ പരലോകത്തെ ഏറ്റവും വലിയ ഭീമാകാരമായ അവസ്ഥ, ഏറ്റവും വലിയ നിസ്സഹായ അവസ്ഥ ഏതെന്നറിയോ? ഇൻദൽ മീസാൻ, നിന്റെ കർമ്മങ്ങളെ അല്ലാഹു തൂക്കി നോക്കുന്ന സമയമാണ് പെങ്ങളെ. കഷ്ടപ്പെട്ടതെല്ലാം അല്ലാഹു നിന്റെ മുഖത്തേക്ക് വലിച്ചെറിഞ്ഞാൽ, ചെയ്തതെല്ലാം നഷ്ടപ്പെട്ടു പോയാൽ, അല്ലാഹുവിന്റെ റസൂൽ വിശദീകരിച്ചു പറയുന്നുണ്ട്. മഹാനായ സൗബാൻ റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പിലേക്ക് ഒരിക്കൽ കടന്നു വരുമ്പോ സൗബാൻ റളിയല്ലാഹു തആല അൻഹുവിനോട് അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, ലാ ഇലമന്ന അഖ്വാമം മിൻ ഉമ്മത്തി യഅതൂന യൗമൽ ഖിയാമ. സൗബാനെ, നാളെ പടച്ച റബ്ബിന്റെ പരലോകത്തിലേക്ക് ഒരു വിഭാഗം ആളുകൾ നാളെ കടന്നു വരികയാണ്. ആരാണ് കടന്നു വരുന്നതെന്നറിയുമോ? അവരെന്റെ ഉമ്മത്തിൽപ്പെട്ട ആളുകളാണ്, എന്റെ സമുദായത്തിൽപ്പെട്ട ഒരു വിഭാഗം നാളെ പടച്ച റബ്ബിന്റെ മുമ്പിലേക്ക് കടന്നു വരികയാണ്. എങ്ങനാ കടന്നു വരുന്നതെന്നറിയുമോ പെങ്ങളെ? ബിഹസനാതി അംസാലി ജിബാലി തിഹാമത ബിളാ. അവര് വെറുതെ കടന്നു വരുന്നവരല്ല, അവരൊരുപാട് കർമ്മങ്ങള് മക്കയുടെയും മദീനയുടെയും പ്രാന്തപ്രദേശങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന വെളുവെളുത്ത തിഹാമ പർവ്വതത്തിന് സമാനമായ വലിയ വലിയ ചാക്ക കണക്കിന് കർമ്മങ്ങളുമായി അല്ലാഹുവിന്റെ മുമ്പിലേക്ക് നാളെ ഒരു വിഭാഗം കടന്നു വരികയാ. ചിന്തിക്കാന്, നിങ്ങൾ അറിയാന്, ജീവിതത്തിന്റെ സായം സന്ധ്യങ്ങളിൽ ചെയ്തു പോയ ചില തെറ്റുകള് നിങ്ങളുടെ കർമ്മങ്ങളെല്ലാം നഷ്ടപ്പെടുത്തി കളയാന് അല്ലാഹുവിന്റെ മുമ്പിൽ നിങ്ങളുടെ കർമ്മങ്ങൾ കൊണ്ടുവെക്കുമ്പോ പെങ്ങളെ, എല്ലാ കർമ്മങ്ങളും അല്ലാഹു നിങ്ങളുടെ കർമ്മങ്ങളെ സ്വീകരിക്കാതെ നഷ്ടപ്പെടുത്തി കളയുന്ന ഒരു പ്രവർത്തനത്തെ കുറിച്ച് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു കൊടുക്കുകയാ. യാ സൗബാൻ ബിഹസനാതി അംസാലി ജിബാലി തഹാമത ബിളാ
ഫയജഅലുഹു അല്ലാഹു അസ്സ വജല്ല ഹബാഅൻ മൻസൂറാ. ചെയ്തു പോയ സർവമാന കർമ്മങ്ങളും നാളെ പടച്ച റബ്ബിന്റെ മുമ്പിൽ കൊണ്ടുവെക്കുകയാ. എന്റെ സമുദായത്തിലുള്ള ഒരു വിഭാഗമാണ് കടന്നു വരുന്നത്. വെറുതെ കടന്നു വരുന്നവരല്ല. അവർക്ക് നിസ്കാരമുണ്ട്, ഹജ്ജുണ്ട്, ഉംറയുണ്ട്, സ്വതക്കയുണ്ട്. ചെയ്ത എല്ലാ കർമ്മങ്ങളുമായിട്ടാണ് അവര് നാളെ പടച്ച റബ്ബിന്റെ മുമ്പിലേക്ക് കടന്നു വരുന്നത്. അല്ലാഹുവിന്റെ റസൂല് പറയുന്നു ഫയജഅലുഹു അല്ലാഹു അസ്സ വജല്ല ഹബാഅൻ മൻസൂറാ. നിങ്ങൾ ചെയ്ത കർമ്മങ്ങളെ അല്ലാഹു പൊടിപടലങ്ങളാക്കി, നിങ്ങൾ ചെയ്തു പോയ കർമ്മങ്ങളെ അല്ലാഹു ധൂളികളാക്കി ആകാശത്തൂടി പറത്തിക്കളയുമത്രേ. നിങ്ങളുടെ നിസ്കാരം അല്ലാഹു വേണ്ട, നിങ്ങളുടെ നോമ്പ് അല്ലാഹു വേണ്ട, നിങ്ങളുടെ സ്വതക്ക അല്ലാഹു വേണ്ട, നിങ്ങളുടെ സക്കാത്ത് പടച്ച റബ്ബിന് വേണ്ട. ചെയ്തു പോയ കർമ്മങ്ങളെല്ലാം ധൂളികളാക്കി ആകാശത്തുകൂടി പടച്ച റബ്ബ് പറത്തിക്കളയുകയാ. അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പിൽ ഇരുന്നിട്ട് കേൾക്കുമ്പോ സൗബാതങ്ങൾ പറയുന്നു സിഫ്ഹും ലനാ ജല്ലിഹിം ലനാ അല്ലാ നകൂന മിൻഹും വനഹ്നു ലാ നഅലമു. യാ റസൂലല്ലാഹ്, അവരാരാണെന്ന് ഞങ്ങൾക്കൊന്ന് പറഞ്ഞു തരണേ നബിയേ. ആരാണവരെന്ന് ഞങ്ങളോടൊന്ന് പറയണേ നബിയേ. ഞങ്ങളെ പടച്ച റബ്ബിന്റെ മുമ്പിൽ നിസ്കരിക്കുന്നത് കഷ്ടപ്പെട്ടിട്ടാണ്, ഞങ്ങൾ നോമ്പ് പിടിക്കുന്നത് കഷ്ടപ്പെട്ടിട്ടാണ്. പരിശുദ്ധമായ റമളാൻ കടന്നു വരികയാണ് വാപ്പാ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സഹാബത്ത് എങ്ങനാണ് പടച്ച റബ്ബിന് വേണ്ടി കഷ്ടപ്പെട്ടിട്ട് നോമ്പ് പിടിച്ചതെന്നറിയോ? പെങ്ങളെ, അല്ലാഹുവിന്റെ റസൂലിന്റെ സഹാബത്ത് പട്ടിണിയിലാ നോമ്പ് പിടിച്ചത്. പച്ചവെള്ളവും കാരക്കയും മാത്രമാണ് അവർക്ക് നോമ്പ് തുറക്കാനുള്ളത്. പ്രഭാതത്തില് നോമ്പ് പിടിക്കാൻ അവർക്കുള്ളത് പച്ചവെള്ളവും കാരക്കയും മാത്രമാണ് പെങ്ങളെ. ഒരു കാരക്കയുള്ള സഹാബത്ത് ആ കാരക്കയുടെ പാതിയാണ് രാവിലെ കഴിക്കണത്. വൈകുന്നേരം ബിലാൽ ഇബ്നു റവാഹ റളിയല്ലാഹു തആല അൻഹു പരിശുദ്ധമായ മദീനത്തു ത്വയ്യിബയിൽ ബാങ്ക് വിളിക്കുമ്പോ ആ ബാങ്ക് കേട്ടിട്ട് സഹാബത്ത് പച്ചവെള്ളവും കാരക്കയുടെ പാതി കൊണ്ടാ നോമ്പ് തുറന്നത്. നമ്മളെപ്പോലെ നോമ്പ് തുറക്കുന്ന സമയത്ത് വിഭവസമൃദ്ധമായ ഭക്ഷണത്തളിക അല്ലാഹുവിന്റെ റസൂലിന്റെ സഹാബത്തിന്റെ മുമ്പിലേക്ക് കടന്നു വന്നിട്ടില്ല. പകല് മുഴുവനും പട്ടിണി കിടക്കാൻ പറഞ്ഞ പടച്ച റബ്ബിനോടുള്ള പ്രതികാരം തീർക്കുന്ന ആ തോന്നലോടുകൂടി നമ്മുടെ ഇഫ്താറിന്റെ സംഗമങ്ങളെല്ലാം അടിച്ചു പൊളിക്കുമ്പോ പെങ്ങളെ, അല്ലാഹുവിന്റെ റസൂലിന്റെ സഹാബത്തിന് നോമ്പ് പിടിക്കുന്ന സമയത്ത് പട്ടിണിയിലാണ്. നോമ്പ് തുറക്കുമ്പോഴും അവർ മുഴുപട്ടിണിയിലാണ്. കഴിക്കാൻ ഭക്ഷണമില്ല വാപ്പാ, കുടിക്കാൻ വെള്ളമില്ല വാപ്പാ. ഈത്തപ്പനയുടെ ഈത്തപ്പഴത്തിന്റെ പാതി കൊണ്ട് നോമ്പ് പിടിക്കുന്ന സഹാബത്ത് അപ്പോഴും അവർ നോമ്പ് കളഞ്ഞില്ല പെങ്ങളെ, അപ്പോഴും അവർ നോമ്പ് ഉപേക്ഷിച്ചില്ല പെങ്ങളെ. എന്റെ പടച്ച റബ്ബ് നാളെ എന്റെ കർമ്മങ്ങളെ തൂക്കി നോക്കുന്ന ദിവസത്തില് അല്ലാ എന്റെ കർമ്മങ്ങൾ ഒരുപാട് വേണമെന്ന് പറഞ്ഞിട്ട് കഷ്ടപ്പെട്ട സഹാബത്താണ്. അല്ലാഹു സമ്പത്ത് വാരിക്കോരി കൊടുത്തപ്പോ അല്ലാഹുവിന്റെ റസൂലിന്റെ സഹാബത്ത് സമ്പത്ത് മുഴുവനും അല്ലാഹുവിന്റെ ദീനിന് കൊടുക്കുകയാണ്. എന്തിനാണെന്നറിയോ വാപ്പാ? നാളെ അല്ലാഹുവിന്റെ മുമ്പ് കൊണ്ടുവന്നിട്ട് എന്റെ കർമ്മങ്ങൾ തൂക്കി നോക്കുമ്പോ ഒരിക്കൽ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു തആല അൻഹു തന്റെ വലിയ വലിയ സമ്പാദ്യത്തിന്റെ ഖജനാവുകളുടെ താക്കോൽ കൂട്ടങ്ങളുമായി തന്റെ സമ്പാദ്യവുമായിട്ട് എത്രയോ ടൺ കണക്കിന് വരുന്ന തന്റെ കച്ചവട സാമഗ്രികളുമായി പരിശുദ്ധമായ മദീനത്തു ത്വയ്യിബയിലൂടെ തന്റെ വാഹനങ്ങള്, തന്റെ ഒട്ടകങ്ങളും തന്റെ കുതിരകളും തന്റെ കഴുതകളും തന്റെ സമ്പാദ്യം ചുമന്നു കൊണ്ടുവരുമ്പോ ആയിഷ സിദ്ദീഖ റളിയല്ലാഹു തആല അൻഹാ തന്റെ വീടിന്റെ കിടിവാതിൽ ഇങ്ങനെ തുറന്നു നോക്കുമ്പോ ആകാശത്തുകൂടി വലിയ പൊടിപടലങ്ങളും പറന്നു വരികയാ. എന്താണ് സംഭവമെന്ന്
നിന്ന് ആയിഷ റളിയല്ലാഹു തആല അൻഹക്ക് തിരിഞ്ഞില്ല. ആയിഷ റളിയല്ലാഹു തആല അൻഹ ഭർത്തയെ വിളിച്ചിട്ട് ചോദിച്ചു, എന്താ കാലാവസ്ഥക്കൊരു വ്യതിയാനം സംഭവിച്ചത്? അപ്പോഴാണ് ഭർത്ത പറയുന്നു, ആയിഷ, ഇത് കാലാവസ്ഥയുടെ വ്യതിയാനം സംഭവിച്ചതല്ല. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു തആല അൻഹുവിന്റെ സമ്പാദ്യം ചുമന്നുകൊണ്ടുവരുന്ന ഒട്ടകത്തിന്റെയും കുതിരയുടെയും കുളമ്പടി മരുഭൂമിയിലേക്ക് പതിച്ചപ്പോ അതിൽ നിന്ന് ഉയർന്നു പൊന്തുന്ന പൊടിപടലങ്ങളാ. ആയിഷ സിദ്ദീഖ റളിയല്ലാഹു തആല അൻഹ ഇത് കേട്ടപ്പോ മെല്ലെ പുഞ്ചിരിക്കുകയാണ്. ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ പറയുകയാ, അല്ലാഹുവിന്റെ റസൂൽ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അല്ലാഹുവിന്റെ റസൂല് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിലേക്ക് മുട്ടിലണഞ്ഞാ കടന്നു പോകുന്നത്. ആരോ പറഞ്ഞു, അബ്ദുറഹ്മാൻ, അല്ലാഹുവിന്റെ റസൂല് നിങ്ങൾ മുട്ടിലണഞ്ഞിട്ടാ സ്വർഗ്ഗത്തിൽ പോകുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടത്രേ. വാപ്പമാരെ, സഹോദരിമാരെ, ഇത് തന്റെ ചെവിയിലേക്ക് കേൾക്കേണ്ട താമസോ സയ്യിദുനാ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു തആല അൻഹു ആ സെക്കൻഡ് സമയത്തു തന്നെ ആ കൊണ്ടുവന്ന മില്യൺ കണക്കിന് സമ്പത്ത് പടച്ച റബ്ബിന്റെ ദീനിനു വേണ്ടി ചെലവഴിച്ചിട്ട് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് തങ്ങൾ പറയുന്നു, അല്ലാഹ്, എനിക്ക് മുട്ടിലഴഞ്ഞിട്ട് അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിൽ പോവണ്ട. എനിക്ക് മുട്ടിലഴഞ്ഞിട്ടല്ല അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിൽ എനിക്ക് പോവേണ്ടത്. എനിക്ക് നിവർന്നു തന്നെ അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിലേക്ക് കടന്നു പോകണമെന്ന് പറഞ്ഞ സയ്യിദുനാ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് തങ്ങള് കഷ്ടപ്പെട്ടിട്ടാണ് സഹാബത്ത് പടച്ച റബ്ബിനു വേണ്ടി ത്യാഗങ്ങൾ സഹിക്കുന്നത്, അല്ലാഹുവിനു വേണ്ടി നിസ്കരിക്കുന്നത്, പടച്ച റബ്ബിനു വേണ്ടി നോമ്പ് പിടിക്കുന്നത്. വാപ്പമാരെ, ദുനിയാവിലെ പടച്ച റബ്ബ് നമുക്ക് സമയങ്ങൾ തന്നല്ലോ, നമുക്ക് സമ്പത്ത് തന്നല്ലോ, നമുക്ക് ആരോഗ്യം അല്ലാഹു തന്നല്ലോ. ഈ ദുനിയാവിലെ സർവ്വതും നമ്മുടെ അല്ലാഹു നമുക്ക് വാരിക്കോരി തന്നിട്ട് നാളെ പടച്ച റബ്ബിന്റെ മീസാൻ എന്ന തുലാസില് ചെയ്ത കർമ്മങ്ങൾ തൂക്കി നോക്കുമ്പോ പെങ്ങളെ, ഏത് കർമ്മമാണ് എന്റെ റബ്ബിന്റെ മുമ്പിൽ സ്വീകരിക്കപ്പെടുക? അവസരങ്ങൾ ഇവിടെ നമ്മുടെ മുമ്പിലുണ്ട്, എല്ലാ സമയങ്ങളുമുണ്ട്. പക്ഷേ നമ്മൾ പലപ്പോഴും പരലോകത്തെ കുറിച്ച് മറന്നു കളയുകയാ. മഹാനായ സൗവാദങ്ങളോട് അല്ലാഹുവിന്റെ റസൂൽ തങ്ങൾ പറയുമ്പോ ചെയ്തു പോയ കർമ്മങ്ങൾ പടച്ച റബ്ബിന്റെ മുമ്പിലേക്ക് കൊണ്ടുവെക്കപ്പെടുമ്പോ ധൂളികളാക്കി ആകാശത്ത് കൂടി അല്ലാഹു പറത്തിക്കളയുമെന്ന് പറയുമ്പോ അല്ലാഹുവിന്റെ റസൂലിനോട് നിറകണ്ണുകളോട് സൗവാൻ ചോദിക്കുന്നു, സിഫ്ഹും ലനാ ജല്ലിഹിം ലനാ അല്ലാ നകൂന മിൻഹും വലഹ്നു ലാ നഅലമൂ. ആരാന്ന് പറഞ്ഞതാ നബിയേ? ആരാന്നൊന്ന് പറ നബിയേ. അറിയാതെ പോലും ആ മനുഷ്യന്മാരിൽ പെട്ടുപോകാതിരിക്കാനാണ്. കാരണം ഞങ്ങൾ കഷ്ടപ്പെട്ടാണ് അള്ളാഹ്ക്ക് വേണ്ടി കർമ്മങ്ങൾ ചെയ്യുന്നത്. അത്രത്തോളം പ്രയാസത്തിലാണ് നബിയേ ഞങ്ങളെ പടച്ച റബ്ബിന്റെ മുമ്പിൽ ഇബാദത്ത് എടുക്കുന്നത്. മാറിയെടുക്കാൻ ഞങ്ങൾക്ക് വസ്ത്രമില്ല. ഒരു ഭക്ഷണത്തലകയിൽ നിന്ന് ഭക്ഷണം കഴിച്ചു കഴിയുമ്പോ അല്ലാഹുവേ, അടുത്ത ഭക്ഷണത്തലക ഞങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ ഒരാളില്ല. പാതിരാത്രി സമയത്ത് സുരക്ഷിതമായിട്ട് കിടന്നുറങ്ങാൻ വീളുകളില്ല. യാ റസൂലല്ലാഹ്, കഷ്ടപ്പാടുകളും ത്യാഗങ്ങളും സഹിച്ചിട്ട് ഞങ്ങൾ ചെയ്യുന്ന ഇബാദത്തുകളാ. പട്ടിണിയില്, പരിവട്ടത്തിലും മുഴുപട്ടിണിയില് അല്ലാഹുവിന്റെ റസൂലിന്റെ സഹാബത്ത് ഒരു ഇബാദത്തും മുടക്കിയില്ല. നമുക്ക് നൂറുകണക്കിന് കാരണങ്ങളാണ് പലപ്പോഴും നന്മയിൽ നിന്നും മാറി നിൽക്കാൻ. നിസ്കാരം മാറ്റിവെക്കാൻ, സ്വതക്ക മാറ്റിവെക്കാൻ, സക്കാത്ത് മാറ്റിവെക്കാൻ, പാവപ്പെട്ടവന്റെ കണ്ണുനീരൊപ്പാൻ നൂറുകണക്കിന് കാരണങ്ങൾ കണ്ടുപിടിച്ചിട്ടാണ് നമ്മളിൽ പലരും ഇന്ന് സക്കാത്ത് പോലും കൊടുക്കാതിരിക്കണത്. അങ്ങനെയാണ് നന്മ ചെയ്യാൻ അവസരങ്ങൾ മുന്നിൽ വരുമ്പോ നമ്മുടെ പ്രയാസങ്ങളും ഇല്ലായ്മകളും പലതും പറഞ്ഞിട്ട് മാറി നിൽക്കുമ്പോ നിങ്ങൾക്കറിയോ വാപ്പാ,
അള്ളാന്റെ റസൂലിന്റെ പരിശുദ്ധ മദീനത്തെ പള്ളിയില് നിസ്കരിക്കാൻ വരുന്ന സഹാബത്തിൽ പലരും മുഴുപട്ടിണിയിലാണ്. അവര് നിസ്കാരത്തിന്റെ ബാങ്ക് കേൾക്കുമ്പോ അള്ളാന്റെ പള്ളിയിലേക്ക് വേച്ച് വേച്ച് നടന്നു പോയവരാ. വസ്ത്രമില്ല എന്ന് പറഞ്ഞിട്ട് വീട്ടിലിരുന്നില്ല, വാഹനത്തിലാണെന്ന് പറഞ്ഞിട്ട് നിസ്കാരം മുടക്കിയില്ല. വാപ്പാ പട്ടിണിയാണ്, കഴിക്കാൻ ഭക്ഷണമില്ലെന്ന് പറഞ്ഞിട്ട് നോമ്പ് അവര് പിടിക്കാതിരുന്നില്ല. സ്വതക്ക ചോദിച്ചപ്പോ അള്ളാന്റെ റസൂലേ ഞങ്ങളുടെ മക്കള് പോലും പട്ടിണിയിലാണെന്ന് പറഞ്ഞിട്ട് തന്റെ കയ്യിലുള്ളത് കൊടുക്കാതിരുന്നില്ല. അവരുടെ ഹൃദയത്തിന്റെ ഉള്ളിലുള്ള ഏറ്റവും വലിയ ചിന്ത എന്തെന്നറിയോ? അല്ലാ നിന്റെ മുമ്പിലേക്ക് ഞങ്ങളെ കൊണ്ടുവെക്കുന്നൊരു ദിവസമുണ്ടല്ലോ, ഞങ്ങളുടെ കർമ്മങ്ങളുമായിട്ട് ഞങ്ങൾ നിന്നെ കണ്ടുമുട്ടുന്നൊരു ദിവസമുണ്ടല്ലോ, അന്ന് ഞങ്ങളുടെ കർമ്മങ്ങളല്ലാ ഞങ്ങളുടെ സ്വർഗത്തിലേക്ക് ഞങ്ങളെ എത്തിക്കുന്നതാകണേ എന്നൊരു പ്രാർത്ഥന മാത്രമാ. അള്ളാന്റെ റസൂലിന്റെ മദീനത്തെ പള്ളിയിൽ നിസ്കരിക്കാൻ വരുന്നൊരു വിഭാഗമുണ്ട് വാപ്പാ. അള്ളാന്റെ റസൂലിന്റെ മദീനത്തെ പള്ളിയില് നിസ്കരിക്കാൻ കടന്നു വരുന്നൊരു വിഭാഗമുണ്ട് പെങ്ങളെ. ആ വിഭാഗം ആരാണെന്നറിയണോ? വഹും അസ്ഹാബു സുഫാ. അവർ സുഫയുടെ അഖിലകാരായ ചില ആളുകളാണ്. അള്ളാന്റെ റസൂലിന്റെ പുറകിൽ നിന്ന് പരിശുദ്ധമായ മദീനത്തെ പള്ളിയില് അള്ളാന്റെ റസൂലിന്റെ മുമ്പ് ഇരുന്നിട്ട് ഹബീബായ പ്രവാചകന്റെ പിന്നിൽ നിന്നിട്ട് അവർ നിസ്കരിക്കുമ്പോ അല്ലാഹുവേ നിസ്കാരത്തിലേക്ക് പ്രവേശിച്ചിട്ട് 1-2 റക്അത്തുകൾ കഴിയുമ്പോ അള്ളാന്റെ റസൂലിന്റെ സഹാബത്ത് ബോധം കെട്ട് നിലത്തേക്ക് വീഴുകയാ. അവിടെ ഒരുമിച്ച് കൂടിയവരെല്ലാവരും പറയുമല്ലോ, ഇവര് കുഗ്രാമവാസികളായ കാട്ടറബികളാ, ഇവര് കുഗ്രാമവാസികളായ അയറാബികളാ, ഇവര് ഭ്രാന്തന്മാരായ ആളുകളാ. ഭ്രാന്ത് കൂടുമ്പോഴാണ് നിസ്കാരത്തിൽ അവര് ബോധം കെട്ട് വീഴുന്നത്. അള്ളാന്റെ റസൂലിന്റെ മദീനത്തെ പള്ളിയിൽ നിസ്കരിക്കാൻ വരുന്ന ഒരു വിഭാഗത്തെ നോക്കിയിട്ട് ഒരു വിഭാഗം പറഞ്ഞ വാക്കാണ് പെങ്ങളെ, ഇവര് ഭ്രാന്തന്മാരായ കുഗ്രാമവാസികളായ കാട്ടറബികളാണ്, അയറാബികളാ. അള്ളാന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് പരിശുദ്ധമായ നിസ്കാരം കഴിഞ്ഞിട്ട് സലാം വീട്ടി കഴിഞ്ഞാൽ ആ ബോധം കെട്ടു വീണ സഹാബത്തിലേക്ക് തിരിയുകയാ. അള്ളാന്റെ റസൂല് പറയുന്നു, സഹാബാ നിസ്കാരത്തിൽ ബോധം കെട്ടു വീണ ഈ പാവങ്ങൾ ആരാണെന്നറിയോ? വഹും അസ്ഹാബു സുഫാ. അവര് സുഫയുടെ അഖിലകാരായ സഹാബത്താ. നിങ്ങൾ പറഞ്ഞല്ലോ ഭ്രാന്ത് കാരണമാണ് അവര് ബോധം കെട്ട് നിലത്തേക്ക് വീണതെന്ന്. അല്ല സഹാബാ, ദിവസങ്ങളായി അവര് ഭക്ഷണം കഴിച്ചിട്ട് ദിവസങ്ങളായി ഈ സഹാബത്ത് ഭക്ഷണം കഴിച്ചിട്ട് ഭക്ഷണം കഴിക്കാതെ അവരുടെ ആമാശയം ഒട്ടിയ അവസാന നിസ്കാരത്തിൽ ബോധം കെട്ടു വീണ സഹാബത്താണവര്. റസൂലുള്ള അവരിലേക്ക് തിരിഞ്ഞു നിന്നിട്ട് പറയും, സഹാബാ പടച്ച റബ്ബ് നിനക്ക് തന്ന, പടച്ച റബ്ബ് നിങ്ങൾക്ക് നാളെ പരലോകത്തു തരുന്ന പ്രതിഫലത്തിന്റെ വ്യാപ്തി നിങ്ങൾ അറിഞ്ഞ ഇതിനേക്കാൾ ദാരിദ്ര്യം നിങ്ങൾ ഇഷ്ടപ്പെടുമെന്ന് ഹബീബായ നബി മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് സഹാബത്തിനോട് പറഞ്ഞു പോയെങ്കില് പെങ്ങളെ, സഹാബത്ത് അത്ര കഷ്ടപ്പെട്ടിട്ടാണ് പടച്ച റബ്ബിന്റെ മുമ്പിൽ ഇബാദത്ത് എടുക്കുന്നത്. നമുക്ക് കഴിക്കാൻ ഭക്ഷണമുണ്ട്, കുടിക്കാൻ വെള്ളമുണ്ട്, ധരിക്കാൻ നമുക്ക് വസ്ത്രമുണ്ട്, കേറിക്കിടക്കാൻ നല്ല വീടുണ്ട്. ആകാശത്ത് നിന്നുതിർന്നു വീഴുന്ന പ്രകാശരശ്മികളുടെ ചൂട് നമ്മുടെ ശരീരം ഏറ്റുവാങ്ങാതെ വരുമ്പോ നമ്മുടെ വീടുകളിൽ എല്ലാ സൗകര്യത്തോടു കൂടി എയർ കണ്ടീഷനുകളില്ലേ? എന്തിനാണ് നമുക്ക് ഈ ലോകത്ത് കുറവ്? എല്ലാം നമുക്കില്ലേ? നല്ല ഭാര്യയില്ലേ, നല്ല ഭർത്താവില്ലേ, നല്ല മക്കളില്ലേ, നല്ല വീടില്ലേ? സർവ്വതും അല്ലാഹു നമുക്ക് വാരിക്കോരി തന്നപ്പോ
നന്മ ചെയ്യാൻ ദുനിയാവിൽ നമുക്ക് കിട്ടിയ അവസരങ്ങളെ, നന്മ ചെയ്യാൻ ദുനിയാവിൽ നമുക്ക് കിട്ടിയ അവസരങ്ങളെ നമ്മൾ കളഞ്ഞു കുളിച്ചവരല്ലേ പെങ്ങളെ. അള്ളാന്റെ റസൂലിന്റെ സഹാബി കരഞ്ഞുകൊണ്ടാണ് ചോദിക്കുന്നത്, നാളെ അള്ളാന്റെ മുമ്പ് കൊണ്ടുവെക്കുമ്പോ ഞങ്ങളുടെ കർമ്മങ്ങൾ ധൂളികളാക്കി പറത്തിക്കളയുന്ന വിഭാഗമാരാ. സിഫ്ഹും ലനാ ജല്ലിഹിം ലനാ അല്ലാ നകൂന മിൻഹും വനഹ്നു ലാ നഅലമൂ. അറിയാതെ പോലും ആ വിഭാഗത്തിൽ പെട്ടുപോകാതിരിക്കാനാണ് നബിയെ അവരാരാണെന്ന് പറയണേ എന്ന് പ്രവാചകനോട് പറയുമ്പോ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, അമാ ഇന്നഹും ഇഖ്വാനുകും വമിൻ ജിൽദതികും വയഖുദൂന മിനൽ ലൈലി കമാ തഖുദൂൻ. സഹാബ, അമാ ഇന്നഹും ഇഖ്വാനുകും, അവർ നിങ്ങളുടെ സഹോദരങ്ങൾ തന്നെയാണ്. പ്രവാചകനും പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്, അവര് നിങ്ങളുടെ സഹോദരങ്ങൾ തന്നെയാണ്. നിങ്ങൾ നിസ്കരിച്ചതുപോലെ നിസ്കരിക്കുന്നവരാണ്, നിങ്ങൾ നോമ്പ് പിടിച്ചതുപോലെ നോമ്പ് പിടിക്കുന്നവരാണ്, നിങ്ങൾ വസ്ത്രം ധരിക്കുന്നത് പോലെ വസ്ത്രം ധരിച്ചവരാണ്, അവര് നിങ്ങളിൽ പെട്ടവരാണ് സഹാബാ. പക്ഷേ അവരുടെ ജീവിതത്തിൽ അവർക്കൊരു ചെറിയ ദുർസ്വഭാവമുണ്ട്. ചിന്തിക്കണം ചെറുപ്പക്കാരാ, ചെറുപ്പക്കാരികളെ, ഹൃദയം തുറന്ന് നിങ്ങൾ കേൾക്കണം, നിങ്ങൾ അറിയണം. നിങ്ങളുടെ ജീവിതത്തിന്റെ എല്ലാ ചെയ്തികളും കൃത്യമായിട്ട് പടച്ചറബ് ഒപ്പിയെടുക്കുന്നുണ്ടെന്നും മറക്കരുത്. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, വലാകിന്നഹും അഖ്വാമുൻ ഇദാ ഖലൂ ബിമഹാരിമില്ലാഹി ഇൻതഹഖൂഹാ. സഹാബാ, അവര് നിങ്ങളെ പോലെ നോമ്പ് പിടിച്ചവരും ഹജ്ജ് ചെയ്തവരും ഉംറ ചെയ്തവരും നിങ്ങളെ പോലെ വസ്ത്രം ധരിച്ചവരെല്ലാം തന്നെയാ. പക്ഷേ വലാകിന്നഹും അഖ്വാമുൻ ഇദാ ഖലൂ ബിമഹാരിമില്ലാഹി ഇൻതഹഖൂഹാ. പക്ഷേ അവരൊറ്റപ്പെടുന്ന സമയത്ത് അവർ അല്ലാഹുവിനെ സൂക്ഷിക്കാത്തവരാ, അവര് പടച്ച റബ്ബിനെ പേടിക്കാത്തവരാ. അവരുടെ പകൽ ജീവിതത്തിൽ മാത്രമാണ് അവർക്ക് അല്ലാഹുവിനെ പേടിയുള്ളത്. ചിന്തിക്കാനും നിങ്ങൾ കൃത്യമായിട്ട് അറിയാന് അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, സഹാബത്തെ, വലാകിന്നഹും അഖ്വാമുൻ ഇദാ ഖലൂ ബിമഹാരിമില്ലാഹി ഇൻതഹഖൂഹാ. അവരുടെ രഹസ്യ ജീവിതത്തിൽ അവർക്ക് അല്ലാഹുവിനെ പേടിയില്ല, അവരുടെ പരസ്യ ജീവിതത്തിൽ മാത്രമാണ്. ഈ ചെറുപ്പക്കാരാ, ചെറുപ്പക്കാരികളെ, കാലം വളരെ വികലമാക്കപ്പെടുന്ന ഒരു കാലഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോ പലപ്പോഴും നമുക്ക് നമ്മുടെ രഹസ്യ ജീവിതത്തെ സൂക്ഷിക്കാൻ കഴിയണില്ല. എന്റെ പരസ്യ ജീവിതം നോക്കിയിട്ടാ പലപ്പോഴും നിങ്ങൾ വിലയിരുത്താറുള്ളത്. തൊപ്പി വെച്ചവനാണ്, ദാടി വെച്ചവനാണ്, തലപ്പാവ് ധരിച്ചവനാണ്, നല്ല പ്രാസംഗികനാണ്. പക്ഷേ എന്റെ ഹൃദയത്തോട് എനിക്ക് ചോദിക്കാൻ കഴിയണമല്ലോ, ഞാനും എന്റെ ശരീരവും ഒറ്റപ്പെടുന്ന സമയം, ഞാനും എന്റെ ശരീരവും ഒറ്റപ്പെടുന്ന സമയത്ത് എനിക്ക് എന്റെ പടച്ച റബ്ബിനെ സൂക്ഷിക്കാൻ എനിക്ക് കഴിയുന്നുണ്ടോ? ഏ ചെറുപ്പക്കാരാ, പകൽ നീ പള്ളിയുടെ ആളാണ്, നീ പാർട്ടിയുടെ ആളാണ്, നീ എല്ലാ നന്മക്കും മുന്നിൽ നടക്കുന്നവനാ. പക്ഷേ നിനക്ക് ഒറ്റപ്പെടുന്ന സമയത്ത്, നീയും നിന്റെ ശരീരവും ഒറ്റപ്പെടുന്ന സമയത്ത്, ഏ ചെറുപ്പക്കാരാ, ചെറുപ്പക്കാരികളെ, നിങ്ങൾക്ക് നിങ്ങളുടെ റബ്ബിനെ പേടിക്കാൻ കഴിയണുണ്ടോ? നിങ്ങൾക്ക് നിങ്ങളുടെ അല്ലാഹുവിനെ സൂക്ഷിക്കാൻ കഴിയണുണ്ടോ? ഏ ചെറുപ്പക്കാരാ, പാതിരാത്രി വീട്ടിലേക്ക് കടന്നു ചെന്നിട്ട് ഇന്റർനെറ്റിന്റെ അതിപ്രസരം കൂടിയപ്പോ പാതിരാത്രി നിന്റെ വീട്ടിലേക്ക് ചെന്നിട്ട് കഥ കടച്ചു. അല്ലാഹുവേ, വാപ്പ ഉറക്കത്തിലാണ്, ഉമ്മ ഉറക്കത്തിലാണ്, എന്നെ കാണാൻ ഒരാളില്ല, എന്നെ അറിയാൻ ഒരാളില്ല, എന്നെ കേൾക്കാൻ ഒരാളില്ല. ഇരുട്ടിന്റെ നിശബ്ദതയിൽ നീ മെല്ലെ നിന്റെ മൊബൈലിന്റെ ഡേറ്റ ഓണാക്കി നിനക്കിഷ്ടപ്പെട്ട കാമുകയുമായി പാതിരാത്രി സമയത്ത് രഹസ്യ സംഭാഷണത്തിൽ ഏർപ്പെടുന്നവരെ പലപ്പോഴും നിങ്ങൾ പറയും, എന്നെ കാണാൻ ഒരാളില്ല.
പലപ്പോഴും നിങ്ങൾ പറയും, എന്നെ അറിയാൻ ഒരാളില്ല, എന്റെ വാപ്പ ഉറങ്ങിയല്ലോ, എന്റെ ഉമ്മ ഉറങ്ങിയല്ലോ, എന്റെ അനുജന്മാരഞ്ജത്തിമാരെല്ലാവരും ഉറങ്ങി, എന്നെ കാണാൻ ഒരാളില്ല എന്ന് പറഞ്ഞിട്ട് തെറ്റുകുറ്റങ്ങളിലൂടെ കടന്നു പോകുന്നവരെ, ഈ ചെറുപ്പക്കാരാ, ക്യാമ്പസുകളിൽ നിന്ന് വിനോദയാത്രകൾ സംഘടിപ്പിക്കുമ്പോ തന്റെ ഇഷ്ടപ്പെണ്ണിന്റെ കൈപിടിച്ചുകൊണ്ട് ടൂർ തെരഞ്ഞെടുക്കുന്നവരെ, വെക്കേഷൻ ടൂർ സംഘടിപ്പിക്കുമ്പോ മൂന്നാർ, ഊട്ടിയും കൊടൈക്കനാലും വയനാടും അടക്കം സർവമാന ആവാസത്തരങ്ങളും കാണിക്കാൻ, സർവമാന തോന്നിവാസത്തരങ്ങളും കാണിക്കാൻ വിദൂര യാത്രകൾ തെരഞ്ഞെടുത്തിട്ട് നിന്റെ കൂട്ടുകാര് നിന്നോട് പറയും, ചെറുപ്പക്കാരാ, ഇത് നമ്മുടെ നാടല്ല, ഇത് നമ്മുടെ വീടല്ല, ഇവിടെ നമ്മുടെ നാട്ടുകാരില്ല, ഇവിടെ നമുക്ക് മദ്യപിക്കാം, കള്ളുകുടിക്കാം, വ്യഭിചരിക്കാം, ഏത് തോന്നിവാസം ചെയ്താലും നമ്മളെ അറിയാൻ ഇവിടെ ആളില്ല, നമ്മളെ തിരിച്ചറിയുന്ന ഒരാളില്ല, നമ്മുടെ പള്ളിക്കാരില്ല, കമ്മിറ്റിക്കാരില്ല, മഹല്ല് ഖത്തീബില്ല, ഒരാളും നമ്മളെ കാണാനില്ല. അവസരം കിട്ടുമ്പോ തനിച്ച ജീവിതത്തിൽ പടച്ചറബിനെ പേടിക്കാത്ത സമൂഹമേ, പ്രവാസിയായ ഭർത്താവ് വിദേശ രാജ്യത്ത് നിനക്ക് വേണ്ടി കഷ്ടപ്പെടുമ്പോ പെങ്ങളെ, നിനക്കെങ്ങനാണ് നിന്റെ ഭർത്താവിനോട് കൊടുഞ്ചതി ചെയ്യാൻ തോന്നുന്നത്? പാതിരാത്രി സമയത്ത് കാമുകനോടൊപ്പം പാതിരാത്രി സമയങ്ങളിൽ സല്ലപിക്കുന്ന പെങ്ങളെ, പകൽ നിനക്കിറങ്ങുമ്പോ മുഖം മൂടിയുണ്ട്, നിന്റെ കൈകാലുകളിൽ കൈയുറയുണ്ട്, കാലുറയുണ്ട്, നിനക്ക് നല്ല പർദ്ദയുണ്ട്, ആര് നോക്കിയാലും ആ പെണ്ണു മാന്യത്തെയാണ്, നല്ല വസ്ത്രം ധരിച്ചു നടക്കുന്നവളാണ്. നിനക്ക് നിന്റെ ഹൃദയത്തോട് നിന്റെ വിരൽ ചേർത്തു വെച്ചിട്ട് പറയാൻ കഴിയോ, അല്ലാ, ആരും കാണാത്ത എന്റെ രഹസ്യ ജീവിതത്തില് എനിക്ക് എന്റെ പടച്ചറപ്പിനെ പേടിക്കാൻ കഴിഞ്ഞൂന്ന് പെങ്ങളെ, നിന്റെ നെഞ്ചത്തു നിന്റെ വിരൽ വെച്ചിട്ട് പറയാൻ കഴിയോ? ഈ ചെറുപ്പക്കാരാ, MDMA പോലുള്ള ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ചിട്ട് ഉമ്മയെന്നോ പെങ്ങന്മാരെന്നോ സഹോദരങ്ങളോ സഹോദരിമാരെന്നോ തിരിച്ചറിയാതെ നിഷ്ഠൂരം കൊല ചെയ്തു കളയുന്ന ഈ സമുദായത്തിന്റെ പൊന്നുമക്കൾ വളർന്നു വരുന്ന കാലത്ത് അല്ലാഹുവിനെ സൂക്ഷിക്കാതെ കഴിയില്ല, പടച്ചറപ്പിനെ പേടിക്കാതെ കഴിയില്ല, അല്ലാഹുവിനെ സൂക്ഷിച്ചു ജീവിക്കാതെ കഴിയില്ല. നിന്റെ ശരീരത്തിന്റെ പുറമോടി നോക്കിയിട്ട് എവിടെ നല്ല പനിയും ജലദോഷവും 3-4 ദിവസമായി പരിപാടിയൊക്കെ ഇങ്ങനെ ഒഴിവാക്കി വെച്ചിരിക്കുകയാണ്. ഞങ്ങൾ ഉസ്താദിനോടാകുന്ന ഞാൻ ചോദിച്ചു, ഒരാളെ പകരം അയക്കട്ടെ. ഉസ്താദിനൊരു ബേജാറ്. 500ഓളം കിലോമീറ്റർ താണ്ടിയാണ് ഇവിടെ എത്തിയത്. 3-4 ദിവസമായി. എരുമാട് മക്കാം ഉറൂസ് കഴിഞ്ഞപ്പം കൊടകിലെല്ലാം ഭയങ്കര തണുപ്പാണ്. 2 ദിവസത്തെ തണുപ്പടിച്ചപ്പം കഫക്കെട്ടൊന്ന് കുറയണേ, ഒരു 2-3 ആഴ്ച ഇന്ന് ഇരിക്കണം, എന്നാലേ മാറും. എന്താണോ ഇൻഷാ അല്ലാഹ് ഇവിടെ വരാനും കാണാനൊക്കെ കഴിഞ്ഞല്ലോ. അള്ളാഹു സ്വീകരിക്കട്ടെ, അള്ളാഹു സ്വീകരിക്കട്ടെ. ഞാൻ പറയണ നിങ്ങൾക്ക് തിരിയണുണ്ടല്ലോ അല്ലേ? ജീവിതത്തിൽ പലപ്പോഴും നാം മറന്നു പോകുന്നത് അങ്ങനെയാണ്. നമ്മുടെ പുറംചട്ട നോക്കിയിട്ടാണ് നമ്മളെല്ലാവരെയും വിലയിരുത്തുന്നത്. ആ പുറംചട്ടക്കുള്ളിൽ വാരിയല്ലുകൾ കൊണ്ട് മൂടപ്പെട്ട നമ്മുടെ കൽബുണ്ട്. ആ കൽബിലേക്ക് നമുക്ക് ചോദിച്ചിട്ട് പറയണം, അല്ലാഹ്, എനിക്ക് എന്റെ രഹസ്യ ജീവിതത്തിൽ എന്റെ പടച്ചറബിനെ എനിക്ക് സൂക്ഷിക്കാൻ കഴിയണുണ്ടോ? നമ്മൾ പലപ്പോഴും നമ്മുടെ പുറംചട്ടയാണ് പലപ്പോഴും നമ്മുടെ സർവ്വദിനം നമ്മൾ ആധാരമായിട്ട് കാണുന്നത്. പള്ളിയിലെ പ്രസിഡന്റാക്കാൻ, സെക്രട്ടറി ആക്കാൻ, അതുപോലെയുള്ള എല്ലാ വിഷയങ്ങൾക്കും നമ്മുടെ യോഗ്യത നാം പലപ്പോഴും പരിഗണിക്കുന്നത് നമ്മുടെ പുറംചട്ട നോക്കിയിട്ടാണ്. എന്റെ സഹോദരിമാര് ചിന്തിക്കണം, അള്ളാന്റെ മുമ്പിലേക്ക് നമ്മുടെ കർമ്മങ്ങൾ കൊണ്ടുവെക്കപ്പെടുമ്പോ പടച്ചറബ് പൊടിപടലങ്ങളാക്കി ചില വിഭാഗത്തിന്റെ കർമ്മങ്ങളെ കളയുകയാണ്. നിങ്ങളുടെ നിസ്കാരം വേണ്ട, നോമ്പ് വേണ്ട, ഹജ്ജ് വേണ്ട, സ്വതക്ക വേണ്ട, ഒന്നും വേണ്ട.
കാരണം രഹസ്യ ജീവിതത്തിൽ അല്ലാഹനെ പേടിക്കാതെ, രഹസ്യ ജീവിതത്തിൽ പടച്ചറപ്പിനെ പേടിക്കാതെ ജീവിക്കുന്ന സമൂഹത്തോട് പറയട്ടെ, ഓനെ നിന്റെ ഭാഗ്യമായ കാട്ടിക്കൂട്ടലുകൾ അള്ളാഹ്ക്ക് വേണ്ട, നിന്റെ ഭാഗ്യമായ കാട്ടിക്കൂട്ടലുകൾക്ക് അള്ളാഹ്ക്ക് വേണ്ട. അള്ളാഹുവിന്റെ മുമ്പിലേക്ക് ചെല്ലുമ്പോ പടച്ചറപ്പ് സ്വീകരിക്കുന്ന ഏറ്റവും നല്ല കർമ്മമേതാ? അള്ളാഹുവിന്റെ ഖുർആൻ തന്നെ പറയട്ടെ, വമാ ഉമിറൂ ഇല്ലാ ലിയഅ്ബുദുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ. ഏറ്റവും നല്ല നിഷ്കളങ്കമായ കർമ്മങ്ങളാണ് അള്ളാഹ്ക്ക് വേണ്ടത്. അത് നോമ്പ് പിടിച്ചാലും സദക്ക കൊടുത്താലും നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്ന ആ ബക്കറ്റിലേക്ക് ചെറിയ ചെറിയ നാണയത്തൊട്ടുകൾ നിങ്ങൾ നിക്ഷേപിച്ചാലും അള്ളാഹു പറഞ്ഞതെന്താ? അള്ളാഹുവിനെ സൂക്ഷിക്കാതെ, പടച്ചറപ്പിനോടുള്ള ഹൃദ്യമായ ബന്ധമില്ലാതെ എന്റെ റബ്ബ് നാളെ പരലോകത്ത് ചെയ്ത കർമ്മങ്ങൾക്ക് എനിക്ക് പ്രതിഫലം തരണമെന്ന പ്രതീക്ഷയിലല്ലാതെ ഈ ദുനിയാവിന്റെ പുറന്തരയുടെ പുറത്തൊന്നും ചെയ്യണ്ട വാപ്പാ. പള്ളിക്ക് ലക്ഷങ്ങൾ കൊടുത്തവരിവിടെ ഉണ്ടാവാം, ഈ പള്ളിക്ക് വേണ്ടി പേരിട്ടവരുണ്ടാവാം, പള്ളിക്ക് വേണ്ടി സർവ്വത ചെയ്തു കൊടുത്തവരിവിടെ ഉണ്ടാവാം. ചെയ്യുമ്പോൾ വാപ്പാ ദുനിയാവിന്റെ സർവ്വതമല്ല അല്ലാ എന്റെ ലക്ഷ്യമെന്ന് പറയുന്നത്. എന്റെ ഹൃദയത്തിന്റെ ഉള്ളിലുള്ള ഏറ്റവും വലിയ ലക്ഷ്യമേതെന്നറിയോ? ഞാൻ അല്ലാഹുവിന്റെ പള്ളിക്ക് വേണ്ടി എന്റെ സമ്പത്ത് കൊടുത്തപ്പോ ഒരു ഇഷ്ടിക കഷണമാണ് നിങ്ങൾ അല്ലാഹുവിന്റെ പള്ളിക്ക് കൊടുത്തതെങ്കിൽ വാപ്പാ ഹൃദയത്തിന്റെ ഉള്ളിൽ ഉറപ്പിച്ചോ, ഈ ദുനിയാവിൽ എനിക്ക് പേര് വേണ്ട അല്ലാ, പെരുമ വേണ്ട അല്ലാ. ആളുകൾ എന്നെ കണ്ടിട്ട് നീയല്ലേ ചെയ്തത്, ഇവനല്ലേ പൈസ കൊടുത്തത്, ഇവനല്ലേ ചെയ്യിപ്പിച്ചത്. നാട്ടുകാര് നിങ്ങൾക്ക് ആദരവ് തരാം, നാട്ടുകാര് നിങ്ങളെ ചേർത്തു പിടിക്കാം. ഒരുപക്ഷെ നിഷ്കളങ്കമായി പലരും ചെയ്തു പോയ കർമ്മങ്ങള് ആ നാട്ടുകാര് കൂടി ഇങ്ങനെ പ്രശംസിക്കുമ്പോ പലപ്പോഴും ഹൃദയത്തിന്റെ ഉള്ളിൽ, നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ ലോകമാന്യത കടന്നു വരാറുണ്ട്. ഇല്ല പെങ്ങളെ, ഇല്ല വാപ്പാ, ഇല്ല വാപ്പാ, ഇല്ല. ഹൃദയത്തിന്റെ ഉള്ളിൽ ചെയ്യുന്ന കർമ്മങ്ങൾ സുതാര്യമാവട്ടെ. കാരണം അല്ലാഹു പറഞ്ഞത് എന്താ? മൻ ബനാലില്ലാഹി ബൈതൻ ബനാഹുല്ലാഹു ബൈതൻ ഫിൽ ജന്നാ. വലിയ വലിയ കോടികളുടെ പള്ളി പണിയാനല്ല അല്ലാഹു പറഞ്ഞത്. അല്ലാഹു പറഞ്ഞത് ഒരു കുരുവിക്ക് താമസിക്കാനുള്ള ഒരു കൂടിന് സമാനമായിട്ടാണെങ്കിലും പടച്ചറപ്പിന്റെ തൃപ്തിക്ക് വേണ്ടി, പൊരുത്തത്തിന് വേണ്ടി നിങ്ങൾ ചെയ്ത ബനല്ലാഹു ബൈതൻ ഫിൽ ജന്നാ. അല്ലാഹു നിനക്ക് സ്വർഗ്ഗത്തിലൊരു വീട് പണിതു തരുമെന്ന് ഹബീബായ പ്രവാചകൻ തങ്ങൾ പറഞ്ഞത് എത്രയോ ഹൃദ്യമാണ് പെങ്ങളെ. പടച്ചറപ്പിന്റെ മുമ്പിൽ ചെല്ലേണ്ട കർമ്മങ്ങളാ നമുക്ക് വേണ്ടത്. അല്ലാഹുവിനെ സൂക്ഷിച്ച് പടച്ചറപ്പിന്റെ തൃപ്തിക്ക്, അല്ലാഹുവിന്റെ പൊരുത്തത്തിന് മാലോകര് നിങ്ങളെ കാണുമ്പോ എന്നും പറയട്ടെ, മാലോകരുടെ കയ്യടിയല്ല, നാട്ടുകാരുടെ സ്വീകരണമല്ല, പടച്ചറപ്പേ ഞാൻ ചെയ്തത് എന്റെ റബ്ബിന്റെ പൊരുത്തത്തിന് വേണ്ടിയാണെന്ന് പറയുന്ന കർമ്മങ്ങളാണ് നാളെ അല്ലാഹുവിന്റെ മീസാൻ എന്ന തുലാസിൽ തൂക്കി നോക്കുമ്പോ ഏറ്റവും കനപ്പെട്ട കർമ്മങ്ങളതാ വാപ്പാ. ഭൗതികമായ ലോകത്തിന്റെ പിന്നാമ്പുറത്തിന്റെ സുഖങ്ങൾക്ക് വേണ്ടി മാത്രം നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിച്ചു ജീവിക്കല്ലേ. എന്റെ ചെറുപ്പക്കാരികൾ പലരും അല്ലാഹുവിന്റെ പരിശുദ്ധ ഇസ്ലാമിനെ പോലും ജീവിതത്തിന്റെ മേഖലകളിൽ നിന്നും മാറ്റിവെക്കുകയാ. നിങ്ങളുടെ ടൂർ പ്രോഗ്രാമുകളിൽ അല്ലാഹുവില്ല, നിങ്ങളുടെ കല്യാണ സദസ്സുകളിൽ അല്ലാഹുവില്ല, നിങ്ങളുടെ ക്യാമ്പസ് ജീവിതങ്ങളിൽ അല്ലാഹുവില്ല, നിങ്ങളുടെ സാമ്പത്തിക ഇടപാടുകളിൽ അല്ലാഹുവില്ല. ഭൗതികമായ ജീവിതത്തിന്റെ മേഖലകളിലെല്ലാം അല്ലാഹുവിനെ മാറ്റിവെച്ചവരെ പടച്ചറബ് പറയുകയാ, നിന്റെ കർമ്മങ്ങൾ പടച്ചറബിന്റെ തരത്തിലേക്ക്, അല്ലാഹുവിന്റെ അടുക്കലേക്ക് എത്തൂല. കാരണം അല്ലാഹു സ്വീകരിക്കുന്ന ഏറ്റവും നല്ല കർമ്മമേതാ? അല്ലാഹുവിനെ പേടിച്ചു ചെയ്യുന്ന കർമ്മങ്ങളാണ് പടച്ചറബിന്റെ മുമ്പിലേക്ക് എത്തുന്നതെന്ന് ഹബീബായ നബി മുഹമ്മദുർ റസൂലുള്ളാഹ്
വിജയിക്കണോ നല്ല കർമ്മങ്ങൾ ചെയ്യണം, വിജയിക്കണോ ഹൃദ്യമായ കർമ്മങ്ങൾ ചെയ്യണം. പകൽ മാത്രമല്ല രാത്രിയിലും അല്ലാഹുവിനെ പേടിക്കണം. ഒറ്റപ്പെടുമ്പോ പടച്ചറബിനെ പേടിക്കണോ? അല്ലാഹുവിനെ പേടിക്കാതെ ഈ ദുനിയാവിന്റെ പുറന്തുരയുടെ പുറത്ത് നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. പാതിരാത്രി സമയത്തു സയ്യിദുനാ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ പരലോകത്തെ കുറിച്ച് ഹൃദയത്തിന്റെ ഉള്ളിൽ പേടി വരുന്ന, അല്ലാഹുവിന്റെ പരലോകത്തെ കുറിച്ച് പേടിച്ച രംഗമൊന്നറിയണ്ടേ പെങ്ങളെ? മഹാനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു സന്ധ്യാ സമയത്തു തന്റെ വീട്ടിന്റെ മുമ്പിൽ കത്തിച്ചു വെക്കുന്ന വെളിച്ചത്തിന് വേണ്ടി കത്തിച്ചു വെക്കുന്ന വിളക്ക്, ആ വിളക്കിൽ നിന്ന് ഉയർന്നു പൊങ്ങുന്ന അഗ്നി, ആ അഗ്നിയിലേക്ക് തന്നെ ചൂണ്ടാടി വിരൽ ചേർത്ത് വെക്കുകയാ. സുബ്ഹാനല്ലാഹ്. ഉമർ ഫാറൂഖ് തങ്ങളുടെ വിരളിങ്ങനെ മെല്ലെ ചൂട് പിടിക്കുമ്പോ ഉമർ തങ്ങൾ പെട്ടെന്ന് തന്നെ ചൂണ്ടാടി വിരൽ തീയിൽ നിന്ന് പുറത്തേക്ക് വലിക്കുകയാ. തന്റെ ഭൃത്യൻ ചോദിക്കുന്നു, ഉമറേ നിനക്ക് എന്തു പറ്റിപ്പോയി ഉമറേ? എന്തിനാണ് കത്തിച്ചു വെച്ച വിളക്കിലേക്ക്, ആ തീയിലേക്ക് എന്തിനാണ് നീ നിന്റെ വിരൽ ചേർത്ത് പിടിക്കുന്നത്? ഉമറേ എങ്ങനാണ് നീ ആ ചൂട് നിന്റെ വിരൽ കൊണ്ട് താങ്ങുന്നത്? തന്റെ ഭൃത്യനോട് ഉമർ തങ്ങൾ പറയുകയാ, ഈ ചെറിയ വിളക്കിൽ നിന്ന് ഉതിർന്നു വരുന്ന തീനാളമുണ്ടല്ലോ, ഉമറിന്റെ ഈ ചൂണ്ടുവിരൽ പോലും സഹിക്കാൻ കഴിയണില്ലെങ്കിൽ നാളെ അല്ലാഹുവിന്റെ നരകത്തിലേക്ക് എന്നെ വലിച്ചെറിഞ്ഞ എങ്ങനാണ് ഉമറിന്റെ ശരീരം സഹിക്കുന്നത്? പടച്ചറബിനെ സൂക്ഷിച്ചാണ് അവര് ജീവിച്ചത്. കാളച്ചന്തയിലെ ഏറ്റവും വലിയ തോന്നിവാസിയായി ജീവിച്ച ഉമർ ഇസ്ലാമിന്റെ സ്വാതന്ത്ര്യ തീരങ്ങളിലേക്ക് കടന്നു വന്നപ്പോ അല്ലാഹുവിന്റെ റസൂലിന്റെ റിസാലത്തിന്റെ കൈപിടിച്ചു മുസ്ലിമായ ഉമർ അല്ലാഹുവേ മജൂസിയുടെ കുത്തേറ്റ് കിടന്നു പിടയുമ്പോ ഉമറുൽ ഫാറൂഖ് തങ്ങളുടെ ജനാസ, ഉമറുൽ ഫാറൂഖ് തങ്ങളുടെ ശരീരമെടുത്തിട്ട് പൊന്നുമകൻ അബ്ദുല്ലാഹ് വാപ്പാടെ മടിത്തട്ടിലേക്ക് എടുത്തു വെക്കുമ്പോ ആ മെല്ലെ ബോധം വീഴുമ്പോ ഉമർ തങ്ങൾ പറയുന്നു, മോനെ വാപ്പാടെ തലകിടത്തി പച്ചമണ്ണിലേക്ക് ഇടുമോനെ. ഈ തല കിടന്നിട്ടും മണ്ണിൽ കിടന്നുരുളുന്നത് കണ്ടിട്ടെങ്കിലും പടച്ചറബിന് ഉമറിനോട് കരുണ തോന്നട്ടെ. സയ്യിദുനാ ഉമറുൽ ഫാറൂഖ് തങ്ങള് ഉമറിന്റെ ജനാസ കുളിപ്പിച്ച സഹാബത്ത് പേടിച്ചു പോയി. പെങ്ങളെ, ആരാണ് ഉമറിന്റെ ശരീരത്തിൽ ചാട്ടവാറുകൊണ്ട് പ്രഹരം നടത്തിയത്? ആരാണ് ഉമറിനെ അടിച്ചത്? ഇസ്ലാമിന്റെ റിപ്പബ്ലിക്കിന്റെ രണ്ടാമത്തെ ഖലീഫയോ? പേര് കേട്ടാൽ എല്ലാവരും പേടിച്ചു, പേര് കേട്ടാ വിറക്കുന്ന വില്ലാളി വീരനായ ഉമറുൽ ഫാറൂഖ് തങ്ങളെ ആരാണ് അങ്ങയുടെ ശരീരത്തിൽ ഇത്രത്തോളം മർദ്ദനമുറകൾ ഏൽപ്പിച്ചത്? ആ സമയത്താണ് ഭൃത്യൻ പറയുന്നത്, സഹാബത്തെ തന്റെ ജീവിതത്തിൽ ചെയ്തു പോയ പാപങ്ങളെ ഓർത്തിട്ട് ഉമറുൽ ഫാറൂഖ് തങ്ങൾ തന്റെ രഹസ്യ ജീവിതത്തിൽ അല്ലാഹുവിനെ പേടിച്ചതെങ്ങനാ? തന്റെ കയ്യിലിരിക്കുന്ന ചാട്ടവാറുകൊണ്ട് പാതിരാത്രി സമയത്തു തന്റെ ശരീരത്തെ സ്വയം അടിച്ചിട്ട് വിചാരണം ചെയ്തു. ഹാസിബൂ ഖബല അൻ തുഹാസബൂ. അല്ലാഹുവിന്റെ കോടതിയിലേക്ക് നമ്മളെ കൊണ്ടുവരുന്ന ഒരു ദിവസമുണ്ട്. ചെയ്തതെല്ലാം അല്ലാഹുവിന്റെ മുമ്പ് കൊണ്ടുവരുന്ന ചെറുതും വലുതുമായ രഹസ്യ പരസ്യമായ സർവമാന പാപങ്ങളുമായിട്ട് അല്ലാഹുവിന്റെ മുമ്പില് പെങ്ങളെ നമ്മുടെ മീസാൻ എന്ന തുലാസിന് നമ്മുടെ കർമ്മങ്ങൾ കൊണ്ടുവെക്കുമ്പോ നിങ്ങൾക്ക് അല്ലാഹുവിന്റെ കോടതിയിൽ വിജയിക്കണ്ടയോ? പടച്ചറബിന്റെ കോടതിയിൽ വിജയിക്കണ്ടയോ? അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു, ഇത്തഖില്ലാ. ജീവിതത്തിന്റെ രഹസ്യങ്ങളിൽ നിങ്ങൾ അല്ലാഹുവിനെ പേടിക്കണേ. നിങ്ങളുടെ ജീവിതത്തിന്റെ പരസ്യത്തില് നിങ്ങൾ അല്ലാഹുവിനെ പേടിക്കണേ. കാരണം അല്ലാഹുവിനെ സൂക്ഷിച്ചു ജീവിക്കുന്നതാരാ? അവന്റെ മുമ്പിലേക്കാണ് അല്ലാഹുവിന്റെ സ്വർഗം തുറക്കുന്നതെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ
സഹാബത്തിനോട് പ്രവാചകൻ എപ്പോഴും പറയുന്നൊരു ചോദ്യമാ, ഈ ചെറുപ്പക്കാരികളെ, എന്റെ പ്രിയമുള്ള ക്യാമ്പസ് വിദ്യാർത്ഥികളെ, അള്ളാഹുവിന്റെ പരിശുദ്ധ ദീനിന്റെ മുഖത്ത് കരിവാരിത്തേക്കുന്ന ഒരു ആഭാസത്തരത്തിലും നിങ്ങൾ കൂട്ടുപിടിക്കരുത്. രഹസ്യ ജീവിതത്തിൽ നിങ്ങൾ അള്ളാനെ പേടിക്കണേ. വീട്ടിൽ നിന്ന് പർദ്ദയിട്ട് ക്യാമ്പസുകളിലേക്ക് കടന്നുപോയ പെമ്മക്കള് ഏറ്റവും നല്ല ആഭാസത്തരങ്ങളെ തെരഞ്ഞെടുക്കുന്ന ഏറ്റവും മോശപ്പെട്ട അവസ്ഥയിലൂടെ കടന്നു പോവുകയാണ്. ശിരോവസ്ത്രം പോലും തലയിൽ നിന്ന് എടുത്തു മാറ്റിയിട്ട് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലേക്ക് വന്നിട്ട് ആടിത്തിമർത്താടുന്ന ഒരു യുവ സമൂഹമായിട്ട് മാറുകയാണ്. കൂട്ടുകാരോടൊപ്പം കൊഞ്ചിക്കുഴയാനും ഒരുമിച്ച് കിടക്കാനും ഒരുമിച്ച് നടക്കാനും ലിവിൻ ടുഗദർ പോലെയുള്ള ഇസ്ലാം വിരോധിച്ച സർവമാന കോപ്രായങ്ങൾക്കും ഇന്ന് മുസ്ലിം സമുദായത്തിന്റെ പെൺകുടിമാര് ചെറുപ്പക്കാരികളെ സർവ്വതിനും വേണ്ടി തന്റെ ജീവിതത്തിന്റെ സമയങ്ങൾ കളഞ്ഞു കുളിക്കുമ്പോ പെങ്ങളെ അള്ളാഹുവിന്റെ ദീൻ മാറ്റിവെക്കാൻ പറഞ്ഞ, അള്ളാഹുവിന്റെ പരിശുദ്ധ ഇസ്ലാം മാറ്റിവെക്കണമെന്ന് പറഞ്ഞ പാടില്ല, പാടില്ല, പാടില്ല. ഹറാമാണ്, ഹറാമാണ്. അന്യപുരുഷന്മാര് കൂടിച്ചേരല്, അന്യപുരുഷനുമായി കറങ്ങി നടക്കല്, അത് നിന്റെ ക്യാമ്പസ് ജീവിതമാവട്ടെ, അതെന്റെ ബോയ് ഫ്രണ്ടാണ്, എന്റെ ക്ലാസ്മേറ്റ് ആണ്. പെങ്ങളെ, അള്ളാഹുവിന്റെ വിശുദ്ധ ഇസ്ലാം നിന്റെ മുമ്പ് വരച്ച് കാണിച്ച കൃത്യമായൊരു പാഠ്യപദ്ധതിയുണ്ട്. ഉമ്മഹാത്തുൽ മുഅ്മിനീൻ ജീവിച്ച് കാണിച്ച ഏറ്റവും നല്ലൊരു പാതയമുണ്ട്. ആ പാതയം വിട്ടിട്ട് നിങ്ങൾ ചലിക്കല്ലേ. പെണ്ണുങ്ങളെ, എന്റെ പ്രിയമുള്ള ഉമ്മമാരെ, മതനിയമങ്ങൾ പണ്ഡിതന്മാര് പറയുമ്പോ പലപ്പോഴും നാസ്തികര്, പലപ്പോഴും യുക്തിവാദികള് നിങ്ങൾക്ക് വേണ്ടി വാദിക്കാൻ ചാനൽ ചർച്ചകളിൽ കടന്നു വന്നിരിക്കും. എന്നിട്ട് ഇന്നയാളെ ഇന്ന പണ്ഡിതൻ ഇന്നത് പറഞ്ഞു, ഇന്നത് പറഞ്ഞു, ഇന്നത് ചെയ്തു എന്ന് പറഞ്ഞിട്ട് പലപ്പോഴും എന്റെ പൊങ്ങന്മാരുടെ ആളായിട്ട് യുക്തിവാദികള്, ഫെമിനിസ്റ്റുകൾ നിങ്ങളെ ചേർത്ത് പിടിക്കുന്നത് എന്തിനെന്നറിയോ? അള്ളാഹുവിന്റെ വിശുദ്ധമായ ഇസ്ലാമിൽ നിന്ന് നിങ്ങളെ അടർത്തി മാറ്റുന്നതിന് വേണ്ടി മാത്രമാണ്. എന്റെ ഉമ്മമാരെ, സഹോദരിമാരെ, ഫേസ്ബുക്കുകളിൽ നിങ്ങൾക്ക് വേണ്ടി അവരെ സപ്പോർട്ട് ചെയ്തത്, നിങ്ങളുടെ ഇൻസ്റ്റഗ്രാമിൽ നിങ്ങളെ ചേർത്തു പിടിച്ചത്, പബ്ലിക് പ്ലാറ്റ്ഫോമുകളില് ഈ സമുദായത്തിന്റെ ദീനുള്ള ഉമ്മമാർക്ക് വേണ്ടി വാദിക്കാൻ വേണ്ടി അവരെ ചേർത്തു പിടിച്ചത് എന്തിനെന്നറിയോ? നിങ്ങളെ അള്ളാഹുവിന്റെ ഈ പരിശുദ്ധ ദീനിൽ നിന്ന് അടർത്തി മാറ്റിയെടുക്കാനാ. പൈശാചികമായ ഇടപെടലുകൾ കണ്ടിട്ട് ഇവരെന്നെ ചേർത്തു പിടിച്ചത് എന്നെ സംരക്ഷിക്കാനെന്ന് കരുതി പോയെങ്കില് പെങ്ങളെ, അപകടമാണ്, ഏറ്റവും വലിയ അപകടമാ. അള്ളാഹുവിന്റെ പരിശുദ്ധ ഇസ്ലാം നിങ്ങളോട് തലമറക്കാൻ പറഞ്ഞത്, അവറത്ത് വെളിവാകുന്ന വസ്ത്രം ധരിക്കരുതെന്ന് പറഞ്ഞത്, മാന്യമായിട്ട് നിങ്ങളുടെ ഇണകളോടൊപ്പം അല്ലാതെ പുറത്തിറങ്ങരുതെന്ന് പറഞ്ഞത്, നിങ്ങളുടെ സൗന്ദര്യം, നിങ്ങളുടെ അഴകും, നിങ്ങളുടെ ലാവണ്യവുമെല്ലാം കാണാൻ നിങ്ങളുടെ ഭർത്താവിനാണ് അർഹതയെന്ന് അള്ളാഹുവിന്റെ പരിശുദ്ധ ഇസ്ലാം പറഞ്ഞു പഠിപ്പിച്ചു ജീവിച്ചു കാണിച്ചത് പെങ്ങളെ നിങ്ങളുടെ സ്വാതന്ത്ര്യത്തെ ഹരിക്കാനല്ല. ഈ സമുദായമാണ് ഏറ്റവും നല്ല നിലക്ക് മുസ്ലിം പെൺകുട്ടികൾമാരുടെ അവകാശങ്ങൾ കൃത്യമായി നടപ്പിലാക്കിയത്. പെൺകുഞ്ഞു പറഞ്ഞാൽ കുഴിച്ചു കളഞ്ഞൊരു സമൂഹമുണ്ടായിരുന്നു പെങ്ങളെ. തനിക്ക് ജനിച്ചത് പെണ്ണാണെന്നറിഞ്ഞാൽ ജീവനോടെ പെൺമക്കളെ കൊന്നുകളഞ്ഞൊരു കാലമുണ്ടായിരുന്നു. നിങ്ങൾ അവകാശങ്ങളെ നിഷേധിച്ചൊരു കാലമുണ്ടായിരുന്നു. ഭർത്താവ് മരിച്ചാൽ കൂടെ ചാടണമെന്ന സതി പോലുള്ള നിയമങ്ങൾ ഉണ്ടായ ഒരു കാലമുണ്ടായിരുന്നു. പെങ്ങളെ, ഈ സമുദായത്തിന്റെ മുഖ്യധാരയിലേക്ക് നിങ്ങളെ കൈപിടിച്ചു കൊണ്ടുവന്ന അള്ളാഹുവിന്റെ പരിശുദ്ധ ദീനാണ്. പെൺമക്കൾ വളർന്നാൽ കൊന്നുകളഞ്ഞൊരു സമൂഹം. അല്ലാ, എനിക്ക് നീ പെൺമക്കളെ തരണേ എന്ന് ദുആ ചെയ്തൊരു സമൂഹമാക്കി മാറ്റി. 3 പെൺമക്കളെ വളർത്തി വലുതാക്കി മാന്യമായ മതം പഠിപ്പിച്ച് മാന്യമായ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുത്ത അല്ലാഹു സ്വർഗം നിങ്ങൾക്ക് വാഗ്ദത്തം ചെയ്യുന്നത് ഈ പരിശുദ്ധ ഇസ്ലാം നിങ്ങൾക്ക് തന്ന ഏറ്റവും നല്ല പരിഗണനയാ, മറന്നു പോവരുത്. മണിയൂര് അബ്ദുള്ള ബാക്കവി ഉസ്താദ് നിങ്ങളുടെ സദസ്സിലേക്ക് കടന്നു വരികയാണ്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. അല്ലാഹു ഉസ്താദ് അവർക്ക് ആഫിയത്തും ആരോഗ്യത്തോടും കൂടി ദീർഘായുസ്സ് അല്ലാഹു നൽകട്ടെ. ഏറെ നാൾ സുന്നത്ത് ജമാഅത്തിന് നേതൃത്വം കൊടുക്കാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അപ്പൊ
പലപ്പോഴും നാം അങ്ങനെയാണ്. ജീവിതത്തിന്റെ എല്ലാ മേഖലകളും കൃത്യമായി നിങ്ങളെ പരിഗണിച്ച മതമാണ് ഇസ്ലാം. നിങ്ങളുടെ ജീവിതത്തിന്റെ അനക്കങ്ങളും അടക്കങ്ങളും ശ്വാസവും നിശ്വാസവും എല്ലാം കൃത്യമായി പടച്ചറപ്പ് രേഖപ്പെടുത്തുകയാണ്. ക്യാമ്പസ് ജീവിതത്തിന്റെ കലാലയങ്ങളിലേക്ക് കടന്നു പോകുമ്പോ എന്റെ സമൂഹത്തിന്റെ പെങ്ങന്മാര് പലപ്പോഴും പടച്ചറപ്പിന്റെ ദീനുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ മറന്നുപോവാൻ. നമുക്ക് ഉമ്മ കാണുമ്പോ തലയത്തിണിയുണ്ട്, വാപ്പ കാണുമ്പോ മാന്യമായ വസ്ത്രവിധാനമുണ്ട്. ക്യാമ്പസുകളിലേക്ക് കടന്നു ചെല്ലുമ്പോ നമ്മുടെ വിദ്യാർത്ഥി സമൂഹം പരിശുദ്ധ ഇസ്ലാമിന്റെ നിയമങ്ങളെ കാറ്റിൽ പറത്തുകയാണ്. പലപ്പോഴും നിയമങ്ങളൊക്കെ നിങ്ങൾക്ക് അനുകൂലമായ ഒരു സാഹചര്യത്തിലേക്ക് വരുമ്പോ നിങ്ങൾ പറയാറുണ്ട്, ഞങ്ങൾ സഹപാഠികൾ ഒന്നിച്ചിരുന്നാൽ ഈ ആകാശമൊന്നും ഭൂമിയിലേക്ക് ഇടിഞ്ഞു വീഴാൻ പോകുന്നില്ല ഉസ്താദേ. നിങ്ങൾ ഇപ്പോഴും 6-ാം നൂറ്റാണ്ടിലെ നിയമസംഹിതയും പിടിച്ചുകൊണ്ടുവരുന്നെങ്കിൽ ഇത് ഇന്റർനെറ്റ് യുഗമാണ്, ഇത് പുതുയുഗമാണ്. എല്ലാം ഡിജിറ്റൽ യുഗത്തിലൂടെ കടന്നു പോകുമ്പോ നിങ്ങൾക്കൊന്നും മാറിക്കൂടെ എന്ന് ചോദിക്കുമ്പോ പെങ്ങളെ, ഡിജിറ്റൽ യുഗത്തിന്റെ അവസ്ഥകൾ പലതും ദൃശ്യശ്രാവ്യ മാധ്യമങ്ങളിൽ ഈ കഴിഞ്ഞ 1-2 ആഴ്ചകളായിട്ട് നിങ്ങൾ വായിക്കുന്നുണ്ട്. എന്റെ നാട്ടിലടക്കം 13-12 വയസ്സുള്ള പെൺകുട്ടികൾ 7-ാം ക്ലാസ്സിലും 8-ാം ക്ലാസ്സിലും 9-ാം ക്ലാസ്സിലും പഠിക്കുന്ന പെൺകുട്ടികൾ അതേ ക്ലാസ്സിൽ പഠിക്കുന്ന സഹപാഠികളാൽ ഗർഭിണികളാക്കപ്പെടുന്ന വാർത്തകൾ നിങ്ങൾ കേട്ടതാണ്. കേൾവി പോലുമില്ലാത്ത വാർത്തകളാണ് കേൾക്കുന്നത്. വയസ്സറിയിച്ച കാലം മുതൽ സ്നേഹത്തോടെ ചേർത്തു പിടിച്ച കൊച്ചുമക്കൾ വയറുവേദനയെ തുടർന്ന് ഹോസ്പിറ്റലുകളിൽ ചെല്ലുമ്പോ നവജാത ശിശുവിന് ജന്മം കൊടുക്കുന്ന ഒരമ്മ എന്നൊരു ശരീരം ഒരു തരത്തിലും അക്സെപ്റ്റ് ചെയ്യാൻ കഴിയാത്തൊരു കാലം. ആരാണ് അതിന്റെ ഉത്തരവാദി എന്ന് നമ്മൾ പരതുമ്പോ അതേ ക്ലാസ്സിൽ പഠിച്ച 8-ാം ക്ലാസ്സിലെ സഹപാഠിയാണെന്ന് പറയുമ്പോ ഇവിടെ ജനറൽ ന്യൂട്രാലിറ്റിയും ഈക്വാലിറ്റിയും ഒക്കെ വേണമെന്നൊരു വിഭാഗം വാദിക്കുമ്പോ പെങ്ങളെ, ഇസ്ലാം നിങ്ങളുടെ മുമ്പ് വരച്ചു കാണിച്ചു തന്നത് നിങ്ങളുടെ സുരക്ഷിതത്വത്തിന് ഏറ്റവും കൃത്യമായ നിലപാടുകളാണ് അള്ളാഹുവിന്റെ ദീൻ നിങ്ങളോട് പറഞ്ഞു മനസ്സിലാക്കി തന്നത്. അതൊരു സെക്കൻഡ് സമയം നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് മാറ്റിവെക്കാനുള്ളതല്ല. പാതിരാത്രി സമയത്ത് നിങ്ങളുടെ കിടപ്പറകളിൽ മാറ്റിവെക്കാനുള്ളതല്ല. അശ്ലീലത ചുമക്കുന്ന തന്റെ രഹസ്യ കാമുകനുമായിട്ട് ഇന്റർനെറ്റുകളിലൂടെ സല്ലപിക്കാനുള്ള സമയങ്ങളെ പരമാവധി വിനിയോഗിക്കുന്ന ലോകവിവരമില്ലാത്ത പാവപ്പെട്ട ഉപ്പമാർ നിങ്ങളെ വിശ്വസിച്ചിട്ട് രാത്രി കിടന്നുറങ്ങുമ്പോ ഈ സമുദായത്തിന്റെ പെൺമക്കളാണ് ഒരു മുഴം കയറിൽ അവരുടെ ജീവിതം അവസാനിപ്പിക്കുന്ന വാർത്തകൾ നിങ്ങൾ കാണുന്നതും കേൾക്കുന്നതും. പരലോക വിശ്വാസം നഷ്ടപ്പെട്ടു പോകുന്നു. നരകമുണ്ട്, സ്വർഗമുണ്ട്, മീസാനുണ്ട്, സിറാത്തുണ്ട് എന്ന് ഈ മക്കളെ പറഞ്ഞു പഠിപ്പിച്ച് പടച്ചറപ്പിനോടുള്ള ഒരു ഭയം ഹൃദയത്തിന്റെ ഉള്ളിൽ നിലനിർത്തുന്ന മക്കളല്ല എങ്കിൽ ഈ സഹോദരങ്ങളെ, ഈ മക്കളെ നമുക്ക് ദുനിയാവിൽ ഉപകാരപ്പെടൂല, പരലോകത്ത് നമുക്ക് ഉപകാരപ്പെടൂല. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഈ സമുദായത്തിന്റെ പെൺമക്കള്, ആൺമക്കള് തെറ്റുകളിൽ നിന്നും തെറ്റിലേക്ക് കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഉപദേശിക്കേണ്ടുന്ന മാതാപിതാക്കൾക്ക് പോലും പലപ്പോഴും അവരെ ഉപദേശിക്കാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞാൽ ഉപദേശിക്കുന്ന വിഷയത്തിൽ മാർഗദർശികളാകാൻ അവർക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ്. ഈ സമുദായത്തിന്റെ ഉമ്മമാര്, നിങ്ങൾ ജാഗ്രത ഉണ്ടാവണം നിങ്ങളുടെ മക്കളുടെ വിഷയത്തിൽ. ഞാൻ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾ വെറുതെ മക്കളിങ്ങനെ പറയുന്നത് കേട്ടിട്ട് അവരോടൊപ്പം നിങ്ങൾ ഇങ്ങനെ കാലത്തിനൊപ്പം കോലം തുള്ളുന്ന ഒരു അവസ്ഥയിലേക്ക് നിങ്ങൾ പോവരുത്. നിങ്ങളുടെ മക്കളെ നിങ്ങൾ തിരിച്ചറിയണം. അവരുടെ ബന്ധങ്ങൾ, അവരുടെ ഇഷ്ടങ്ങൾ, അനിഷ്ടങ്ങൾ, അവരുടെ ക്യാമ്പസ് ജീവിതങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ അറിയണം. ഈ ഉമ്മത്തിന്റെ മക്കളാണ് ഒരു മുഴം കയറിൽ തന്റെ ജീവിതം അവസാനിപ്പിച്ചു കളഞ്ഞത്. ഈ അടുത്തിടെയാണ് എറണാകുളം ജില്ലയിൽ ഒരു പെൺകുട്ടി ആത്മഹത്യ ചെയ്തത്. ഈ സമുദായത്തിന്റെ പൊന്നുമോളാണ്. 19 വയസ്സുള്ള മകളെ കുറിച്ച് ഒരാൾക്കും പരാതിയില്ല. വാപ്പക്ക് പരാതിയില്ല, ഉമ്മക്ക് പരാതിയില്ല, ക്ലാസ് അധ്യാപകന് പരാതിയില്ല, സഹപാഠികൾക്കില്ല. ഏറ്റവും നല്ല കുട്ടി, സൈലന്റ് ആണ്, പഠിക്കുന്ന വിദ്യാർത്ഥിനിയാണ്. ഉമ്മ പറയുന്നു, വാപ്പ പറയുന്നു, സലാം പറഞ്ഞു രാത്രി പോയി കിടന്ന കുട്ടിയാണ്. രാവിലെ ഒരു മുഴം കയറിൽ അവൾ അവളുടെ ബെഡ്റൂമിൽ ആത്മഹത്യ ചെയ്യപ്പെടുന്ന രംഗമാണ് ഞങ്ങൾ കണ്ടത്. എങ്ങനെ ഞങ്ങൾ തിരിച്ചറിയാൻ പല ശ്രമങ്ങൾ നടത്തി. എന്താണ് ഇതിന്റെ പിന്നിൽ? എന്താണ് ഇതിന്റെ പിന്നിൽ? പ്രണയമാണോ? വിദ്യാർത്ഥികൾ പറയുന്നില്ല, അങ്ങനെ ഒരു പ്രണയം അവക്കില്ല. ഞങ്ങൾ അറിയുന്ന ഒരു പ്രണയം അവക്കില്ല. ഞങ്ങൾ അറിയുന്ന മോശപ്പെട്ട ഒരു കൂട്ടുകെട്ട് അവക്കില്ല. പോലീസ് ഓഫീസർമാർ കൃത്യമായി ആ കുട്ടിയുടെ ആത്മഹത്യന്റെ പിന്നാലെ സഞ്ചരിച്ചു. വാപ്പാ, നിങ്ങൾ അറിയണം, നിങ്ങൾ അറിയാൻ വേണ്ടി മാത്രമൊന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ആ പെൺകുട്ടിയുടെ ആത്മഹത്യയുടെ നിജസ്ഥിതി വെളിപ്പെടുത്താൻ അവരൊന്ന് സഞ്ചരിച്ചപ്പോ ഈ പെണ്ണിന് അവളുടെ ഇൻസ്റ്റാഗ്രാമിൽ ഒരു കാമുകനുണ്ടായിരുന്നത്രേ. ആ കാമുകനുമായിട്ട് രാത്രി ഇവൾ വീഡിയോ കോളുകളിലൂടെ സല്ലപിക്കുമായിരുന്നു.
ബന്ധുവായിരുന്നു. ഇവളുടെ ശരീരം മാത്രം ആഗ്രഹിച്ചു കടന്നു വന്ന അവളുടെ സോഷ്യൽ മീഡിയയിലെ ഫ്രണ്ടായിരുന്നവൻ പാതിരാത്രി സമയത്ത് അവളുടെ ശരീരം അവന്റെ മുമ്പ് പ്രദർശിപ്പിച്ചു. ആ ശരീരം സ്ക്രീൻ റെക്കോർഡിലൂടെ ആ മനുഷ്യൻ ഒപ്പിയെടുത്തു. പാവപ്പെട്ട ഈ പെണ്ണ് കണ്ടില്ല. മില്യൺ കണക്കിന് ആളുകൾ കാണുന്ന അശ്ലീല വെബ്സൈറ്റുകളിൽ ആ വീഡിയോ അവൻ അപ്ലോഡ് ചെയ്തു. മില്യൺ കണക്കിന് ആളുകൾ ആ വീഡിയോ കണ്ടപ്പോഴാണ് ആരോ ഒരാൾ ഈ പെൺകുട്ടിക്ക് അയച്ചു കൊടുത്ത് രാത്രിയിൽ മോളെ ഇത് നീയല്ലയോ കാണുന്നത്. ആ സെക്കൻഡ് സമയത്താണ് അവൾ വിചാരിച്ചു പോയത്, അല്ലാഹ്, ഞാൻ അത്രമേൽ വിശ്വസിച്ച എന്റെ സുഹൃത്ത് എന്റെ ശരീരത്തെയാണല്ലോ പ്രണയിച്ചത്. മില്യൺ കണക്കിന് ആളുകൾ കണ്ടു. അവൾ ഓർത്തു, ഞാൻ രാവിലെ എഴുന്നേക്കും എന്റെ വാപ്പ, എന്റെ ഉമ്മ, എന്റെ സഹപാഠികൾ, നാട്ടുകാർ എന്റെ മുഖത്ത് നോക്കി ചിരിക്കുമല്ലോ. ഈ രാത്രി ഒന്ന് വെളുക്കാതിരിക്കുന്നുവെങ്കിലെന്ന് 100 തവണ അവൾ ചിന്തിച്ചിട്ടുണ്ടാവും. അവൾ എടുത്ത തീരുമാനമാണ്, ഇനിയുള്ള പ്രഭാതം എനിക്ക് കാണേണ്ടതില്ല. അവളുടെ ബെഡ്ഷീറ്റിൽ തന്റെ സീലിംഗ് ഫാനിൽ ആ സഹോദരി 19 വയസ്സുള്ള ഈ സമുദായത്തിന്റെ പൊന്നുമകൾ ഒരു മുഴം കയറിൽ ഒരു ബെഡ്ഷീറ്റിന്റെ തുമ്പിൽ അവളുടെ ജീവിതം അവസാനിപ്പിച്ചു കളഞ്ഞു. നമ്മൾ ചിന്തിക്കണം, നമ്മുടെ മക്കൾ വഴിവിട്ട ബന്ധങ്ങളിലൂടെ കടന്നു പോവുകയാണ്. പടച്ച റബ്ബിനെ പേടിക്കണമെന്ന് അല്ലാഹു നമ്മോട് പറഞ്ഞത് ജീവിതത്തിന്റെ ഏതെങ്കിലുമൊക്കെ നിമിഷങ്ങൾക്ക് വേണ്ടി മാത്രമല്ല. രാത്രിയും പകലും, ഊണിലും ഉറക്കത്തിലും അനക്കത്തിലും സൈലന്റിലും എല്ലാം, ശ്വാസത്തിലും നിശ്വാസത്തിലും നമുക്ക് നമ്മുടെ പടച്ചോനെ സൂക്ഷിക്കാൻ കഴിയണം. കാരണം അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞത് ഉസ്ലിഫത്തുൽ ജന്നത്തു ലിൽ മുത്തഖീന ഗൈറ ബഈദ് ഹാദാ മാ തുഅദൂന ലികുല്ലി അവ്വാബിൻ ഹഫീൽ. പടച്ച റബ്ബിനെ പേടിച്ചുകൊണ്ട് ജീവിക്കുന്ന മുത്തഖീങ്ങളായ ആളുകളുടെ മുമ്പിലാണ് അല്ലാഹുവിന്റെ സ്വർഗ്ഗം അല്ലാഹു കൊണ്ടുവരപ്പെടുന്നത്. ഹാദാ മാ തുഅദൂന ലികുല്ലി അവ്വാബിൻ ഹഫീൽ. ചെയ്ത തെറ്റുകൾ പടച്ച റബ്ബിനോട് ഏറ്റുപറയുന്ന ഒരു വിഭാഗം മാത്രമല്ല, രഹസ്യ ജീവിതത്തിൽ പടച്ചവനെ പേടിക്കുന്ന ഒരു വിഭാഗം നിങ്ങളുടെ മുമ്പിലേക്കാണ് അള്ളാഹിന്റെ സ്വർഗ്ഗം കൊണ്ടുവരപ്പെടുന്നത്. നിങ്ങളെയാണ് അള്ളാഹുവിന്റെ സ്വർഗ്ഗം മാടി വിളിക്കുന്നത്. നിങ്ങൾ പേടിക്കണ്ട, ഇന്ന് നിങ്ങൾക്ക് സമാധാനത്തിന്റെ ജീവിതമാണ്, സന്തോഷത്തിന്റെ ജീവിതമാണ്, ഭവനമാണ്, നിങ്ങൾക്കുള്ള വാസസ്ഥലമാണ് സ്വർഗ്ഗമെന്ന് അള്ളാഹുവിന്റെ സ്വർഗ്ഗം നിങ്ങളോട് വിളിച്ചു പറയണോ? പെങ്ങളെ, ജീവിതത്തിൽ അള്ളാഹിനെ സൂക്ഷിച്ചു ജീവിച്ചേ മതിയാവൂ. എല്ലാ മേഖലയിലും പടച്ച റബ്ബിനെ സൂക്ഷിക്കണം. കാരണം മീസാൻ എന്ന തുലാസിൽ നിങ്ങളുടെ കർമ്മങ്ങൾ അള്ളാഹു തൂക്കി നോക്കുമ്പോ അള്ളാഹുവിനെ സൂക്ഷിക്കാത്തൊരു വിഭാഗത്തിന്റെ കർമ്മങ്ങൾ ആകാശത്തുകൂടി ധൂളികളാക്കി അള്ളാഹു പറത്തിക്കളയുമെന്ന് ഹബീബായ നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുമ്പോ ജീവിതത്തിന്റെ ഇടനാഴികളിൽ ഇനി പരിശുദ്ധ റമദാനാണ് കടന്നു വരുന്നത്. റമദാനിനെ സജീവമാക്കണം. ജീവിതത്തിന്റെ മേഖലകളിലെല്ലാം വന്നുപോയ തെറ്റുകുറ്റങ്ങളെല്ലാം പടച്ച റബ്ബിന്റെ മുമ്പിലേക്ക് ഏറ്റുപറയണം. അല്ലാഹ് പുറത്തു തരുന്നവനാണ്, അല്ലാഹ് കരുണയുള്ളവനാണ്. തന്റെ അടിമ ചെയ്ത തെറ്റ് ഏറ്റുപറയുമ്പോ തന്റെ റബ്ബ് സന്തോഷിക്കുന്ന ഒരു സന്തോഷം പറഞ്ഞറിയിക്കാൻ കഴിയാത്തത്ര അത്ര സ്നേഹമാണ്, കരുതലാണ്, വാത്സല്യമാണ് പടച്ച റബ്ബിന് നമ്മളോടുള്ളത്. തള്ളക്കോഴി തന്റെ കുഞ്ഞുങ്ങളെ പരുന്തിന്റെ ചുണ്ടിൽ നിന്ന് രക്ഷിക്കാൻ അതിന്റെ ചിറകിന്റെ ഉള്ളിലേക്ക് ചേർത്തു പിടിക്കും നിങ്ങൾ കാണാറുണ്ടല്ലോ. അതിനേക്കാൾ കരുതലാണ് പടച്ച റബ്ബിന് നമ്മളോട്. ചെയ്തതെല്ലാം അള്ളാഹുവിന്റെ മുമ്പ് ഏറ്റുപറ. എല്ലാം അറിയുന്നവൻ അള്ളയാണ്, പുറത്തു തരുന്നവൻ അള്ളയാണ്. പടച്ച റബ്ബിനോട് ഏറ്റുപറഞ്ഞാൽ അള്ളാഹു ഗഫൂറാണ്, റഹീമാണ്. പെങ്ങളെ, നന്നാവണം. ഈ സെക്കൻഡിൽ, ഈ നിമിഷം, ഇനി നാളത്തേക്ക് മാറ്റിവെക്കലല്ല. ചെയ്തതും പറഞ്ഞതും എല്ലാം പാപമാണെന്ന ബോധ്യത്തിൽ കരഞ്ഞു കണ്ണുമായി ബഹുമാനപ്പെട്ട അബ്ദുള്ള ഉസ്താദ് ആകാശത്തേക്ക് കരങ്ങൾ ഉയർത്തുമ്പോ ഈ ദാലിൽ ജുമാ മസ്ജിദിന്റെ ആകാശമേഘപാളികളെ കീറി മുറിച്ച് പടച്ച റബ്ബിന്റെ മുമ്പിലേക്ക് നമ്മുടെ ആ ഒരു പശ്ചാത്താപം എത്തണം. അള്ളാഹു പുറത്തു തരുമെന്ന പ്രതീക്ഷയിൽ എല്ലാം അള്ളാഹുവിനോട് ഏറ്റുപറ. അങ്ങനെ ഏറ്റുപറഞ്ഞാൽ ചെയ്ത കർമ്മങ്ങളൊക്കെ നാളെ തുലാസിൽ തൂക്കി നോക്കുമ്പോ അത് കനപ്പെട്ട കർമ്മങ്ങളായി നമുക്ക് ലഭിക്കുമെന്ന് അള്ളാഹുവിന്റെ റസൂൽ ഓർമ്മപ്പെടുത്തുകയാണ്. പറഞ്ഞതും കേട്ടതുമെല്ലാം ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും കൊണ്ടുവരാനും നാളെ സിറാത്ത് എന്ന പാലത്തിൽ കാലിടറാതെ സ്വർഗ്ഗത്തിൽ കടക്കാനും ഒരു സബബായി അള്ളാഹു നമ്മിൽ നിന്നും സ്വീകരിക്കട്ടെ. അള്ളാഹു നമ്മിൽ നിന്നും സ്വീകരിക്കട്ടെ. വന്നതിനും കാണാൻ കഴിഞ്ഞതിലും ഈ അനുഗ്രഹീതമായ മജ്‌ലിസിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതൊക്കെ ജീവിതത്തിലെ ഒരു വലിയ അസുലഭ സന്ദർഭമായിട്ട് ഞാൻ കണക്കാക്കുകയാണ്. അതുപോലെ ഇതിനുവേണ്ടി സഹായിച്ച പ്രവാസികൾ ഞാൻ ആമുഖമായിട്ട്
പ്രസംഗത്തിൽ ഓർമ്മിപ്പിച്ചു വന്നപ്പോഴൊക്കെ മസൂദ് വന്ന സമയത്തൊക്കെ എന്നോട് പറഞ്ഞു, ഉസ്താദേ, പ്രവാസികളെ പ്രത്യേകിച്ച് ഒരുപാട് ഈ മഹലിന് വേണ്ടി സഹായിച്ചവരും ചേർത്ത് പിടിച്ചവരൊക്കെയാണ്. ജീവിതത്തിന്റെ എല്ലാ സമയത്തും എല്ലാ പ്രഭാഷണത്തിലും നിങ്ങൾ വസിയ്യത്ത് ചെയ്തില്ലെങ്കിലും പ്രവാസികൾക്ക് ഒരു ദുആയുണ്ട്. കാരണം അത്രത്തോളം ഈ സമുദായത്തെ ചേർത്ത് പിടിക്കുന്നവരാണ് അവര്. അള്ളാഹു നമ്മുടെ പ്രവാസികൾക്കൊക്കെ ഖൈറും സന്തോഷവും സമാധാനമുള്ള ജീവിതം അള്ളാഹു നൽകട്ടെ. അവരെ തനിച്ചാക്കി കുടുംബത്തെ അള്ളാഹു ഏറ്റെടുക്കട്ടെ. എനിക്ക് ഭക്ഷണം തരുന്ന കുടുംബത്തിന് അള്ളാഹു സ്വർഗത്തിന്റെ ഭക്ഷണം നൽകി അനുഗ്രഹിക്കട്ടെ. മസൂദ് എന്ന സഹോദരൻ ഓർമ്മപ്പെടുത്തി, അദ്ദേഹത്തിന്റെ വാപ്പ മരണപ്പെട്ടു പോയിട്ടുണ്ട്. 6 വർഷമായിട്ട് ദുആ ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. അള്ളാഹു പ്രിയമുള്ള പിതാവിന് അള്ളാഹു പുറത്തു കൊടുക്കട്ടെ. മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കട്ടെ. സന്തോഷവും സമാധാനമുള്ള ജീവിതം അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ എന്ന ദുആയിൽ ഈ വൈകിയ വേളയിൽ ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുകയാണ്. ബഹുമാന്യനായ ഉസ്താദ് അവറുകൾക്ക് വേണ്ടി വഴിമാറി കൊടുക്കുന്നു. വാഖിറു ദഅവതി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.